ऋषिभ्यो नमः परमऋषिभ्यः। हरि ओम। अन्तरायतिमिरोपशान्तये शान्तभावनमचिन्त्यवैभवम् तन्नरं वपुषि कुञ्जरं मुखे मन्महे किमपितुन्दिलं महा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः। गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। यस्यान्तन्नादिमध्यं न हि करचरणं नामगोत्रं न सूत्रं नो जातिर्नैव वर्णा न भवति पुरुषो न नपुंसं न च स्त्रीं नाकारं नो विकारं न हि जनिमरणं नास्ति पुण्यं न पापं तत्त्वं नो तत्त्वमेकं सहजसमरसं सद्गुरुं तं नमामि। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। मौनव्याख्या प्रकटितपरब्रह्मतत्त्वं युवानं वरिशिष्टान्तेव सदृशिगणैरावृतं ब्रह्मनिष्ठैः आचार्येन्द्रं करकलितचिन्मुद्रमानन्दरूपं स्वात्मा राममुदितवदनं दक्षिणामूर्तिमीडे। वेदान्तार्थविभासकाय यतये शान्ताय सन्न्यासिने नानावादिनगेन्द्रसङ्घपवये योगीन्द्रवन्द्याय च मोहध्वान्तदिवाकराय भगवत्पादाभिधां बिभ्रते तस्मै भाष्यकृते नमोऽस्तु सततं पूर्णाय बोधात्मने। अपारसच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तं गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि। देहं मृण्मयवज्जडात्मकमहं बुद्धिर्न तस्यास्त्यतो नाहं तत्तदभावसुप्तिसमये सिद्धात्मसद्भावतः कोऽहं भावयुतः कुतो वरधिया दृष्ट्वात्मनिष्ठात्मनां सोऽहं स्फूर्तितया अरुणाचलशिवः पूर्णो विभाति स्वयं। शोणप्रभं सोमकलावतंसं पाणिस्फुरत्पञ्चशरेक्षुचापं प्राणप्रियं नौ विपिनाकपाणेः कोणत्रयस्थं कुलदैवतं नः। नमामि यामिनीनाथलेखालङ्कृतकुन्तलां भवानीं भवसन्तापनिर्वाणां। चूडोक्तं सितचन्द्रचारुकलिकां चञ्चत्शिखाभास्वरो लीलादग्धविलोलकामशलभश्रेयो दशाग्रे स्फुरन् अन्तःस्फूर्जतपारमोहतिमिरप्राग्भारमुच्चाटयन् चेतः सद्मनियोगिनां विजयते ज्ञानप्रदीपो हरः। शारदा शारदां भोजवदनावदनाम्बुजे सर्वदा सर्वदास्माकं सन्निधिं क्रियात्। राकाचन्द्रसमानकान्तिवदनां नाकाधिराजस्तुतां मूकानामपि कुर्वती सुरधुनीनीकाशवाग्वैभवम्। श्रीकाञ्चीनगरी विहाररसिका शोकावहन्त्री सतां
एका पुण्यपरम्परा पशुपतेः आकारिणी राजते। योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्। ഈശ്വരാനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ 2 വർഷത്തിന് ശേഷം വീണ്ടും ഒരു സത്സംഗ ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഭക്തന്മാരുടെ ഒക്കെ ഒരു ആഗ്രഹം അത് ഹേതുവായിട്ട് എത്രയോ ഭക്തന്മാര് മുമുക്ഷുക്കൾ സത്സംഗത്തിനായിട്ട് വളരെയധികം ആഗ്രഹിച്ചുകൊണ്ട് എത്രയോ ദൂരത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അതും തമിഴിലാണെങ്കിൽ കുറേയധികം ഇടയിൽ റെക്കോർഡ് ചെയ്തിട്ടെങ്കിലും വന്നു, മലയാളത്തിൽ അതുമില്ല. ഇപ്പോൾ ഭാഗവതം, ഗീത, നാരായണീയം ഈ വിഷയങ്ങളൊക്കെ കൂടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഉള്ള സത്സംഗം നടക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഇവിടെ ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ ഒരുപാട് പേര് നമ്മോട് പ്രാർത്ഥിച്ചു എന്ന് തന്നെ പറയണം. ശങ്കരാചാര്യരുടെ സ്തോത്രകൃതികളിൽ വളരെ ഉയർന്ന ഉത്തുംഗ കൃതിയായ ശിവാനന്ദ ലഹരി, ഭക്തിയുടെ ശിഖരം ആയ ശിവാനന്ദ ലഹരി പറയണം എന്ന് പറഞ്ഞു. അതുകൊണ്ടത് ആവുന്നത്ര എത്ര ശ്ലോകം സാധിക്കൂ തുടങ്ങി വെച്ചാൽ പിന്നെ അടുത്തടുത്ത സത്സംഗം എപ്പോഴൊക്കെ പല സന്ദർഭങ്ങളിലായിട്ട് കുറച്ച് കുറച്ച് പറയാം എന്ന് ചിന്തിച്ച് ആ ഒരു ഉദ്യമമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. സത്സംഗം ഒന്നു മാത്രമേ സ്വതന്ത്രമായ ഭഗവത് അനുഭവത്തിന് കാരണമായിട്ടുള്ളൂ. ഒരു മറാഠി അഭംഗ് പാടി ഭഗവാന്റെ അടുത്ത് എനിക്ക് സത്സംഗം തരൂ എന്ന് പ്രാർത്ഥിക്കുന്ന രീതിയിൽ സത്സംഗലാഭം ഉണ്ടാവട്ടെ, സാധുസംഗലാഭം ഉണ്ടാവട്ടെ. അത് കൂടാതെ വേറെ ഒരു മാർഗം കൊണ്ടും അധ്യാത്മമായ ലാഭം സാധിക്കില്ല. ഇത് സാക്ഷാത് ശ്രീകൃഷ്ണൻ ഭാഗവതത്തിൽ ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുമ്പോൾ
പൂർവാപരം പറഞ്ഞും കൊണ്ട് നിരൂപണം ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. അന്വയ വ്യതിരേകം എന്നൊക്കെ ശാസ്ത്രക്കാർ പറയും. എന്നുവെച്ചാൽ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഇത് സാധിക്കും, എന്തൊക്കെ ഇല്ലെങ്കിൽ ഇത് സാധിക്കും എന്നൊക്കെ പറയുന്ന രീതിയിൽ ബാക്കിയുള്ള യജ്ഞം, യാഗം, തപസ്, സ്വതന്ത്രമായിട്ടുള്ള ജപതപാദി സാധനകൾ എല്ലാത്തിനെയും ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടിട്ട് ഭഗവാൻ പറഞ്ഞു ഇതുകൊണ്ടൊന്നും സാധിക്കില്ല. വിളക്കുണ്ടാവാം, തിരി ഉണ്ടാവാം, എണ്ണ ഉണ്ടാവാം, കൊളുത്താൻ തീപ്പെട്ടി ഉണ്ടാവാം, കൊളുത്താനുള്ള ആളില്ലെങ്കിൽ എന്ത് ചെയ്യും? അഥവാ അഗ്നി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു ജീവസുറ്റ ഒരു സാന്നിധ്യം ഇല്ലെങ്കിൽ ബാക്കി സാധനകളൊന്നും തന്നെ സ്വതന്ത്രമായി ഭക്തിക്ക് കാരണമല്ല, ഈശ്വര അനുഭൂതിക്ക് കാരണമല്ല. നാരദൻ ഭക്തിസൂത്രം എഴുതി. ഭഗവാൻ നാരദന്റെ പേരിലാണ് ഭക്തിസൂത്രം. ആ ഭക്തിസൂത്രം, ഭക്തി എന്താണ് എന്ന് ചോദിച്ചാൽ നാരദ ഭഗവാൻ പറഞ്ഞു എനിക്കറിയില്ല. കുറേ ആളുകളുടെ ഹൃദയത്തിലെ ഭക്തി ഞാൻ കൊളുത്തി വിട്ടിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ തീ പിടിക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് തന്നെ നിശ്ചയമില്ല. അല്ലേ? ഭാഗവതം നോക്കിയാൽ പ്രഹ്ലാദൻ, ധ്രുവൻ, എന്തിനു പറയണു, വ്യാസർ തന്നെ, വാൽമീകി രാമായണത്തിൽ, പ്രാചീന ബർഹിസ്, ഇവരൊക്കെ നാരദ മഹർഷിയുടെ ശിഷ്യന്മാരാണ്. ഇവർക്കൊക്കെ നാരദനാണ് ഗുരു, നാരദനാണ് ഉപദേശിച്ചത്. ഹിരണ്യകശിപുവിനും കംസനും ഒക്കെ പോലും അവരറിയാതെ വാക്സിനേഷൻ കൊടുത്ത ആളാണ് നാരദൻ. അവർക്കും ഭഗവത് അനുഭവത്തിൻ്റെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള നാരദ മഹർഷി പറഞ്ഞു അനിർവചനീയം പ്രേമസ്വരൂപം. പ്രിയം, ഭഗവത് അനുഭൂതിയാകുന്ന പ്രിയം, പ്രേമം അനിർവചനീയം. നിർവചനം എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ, ലക്ഷണം പറയാം. അനിർവചനീയം എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യാൻ സാധ്യമല്ല, ലക്ഷണം പറയാൻ സാധ്യമല്ല. ഇന്നതെന്ന് ഇപ്പടി എന്ന് പറയാൻ ഒക്കില്ല. അനിർവചനീയം പ്രേമസ്വരൂപം. സാധു അസ്മിൻ പരമപ്രേമരൂപ. ആ ഭക്തി എന്ന് പറയണത് അസ്മിൻ എന്ന് പറഞ്ഞു വെച്ചു. എന്ന് വെച്ചാൽ അത് കൃഷ്ണനാണോ, ശിവനാണോ, ഗണപതിയാണോ, മുരുകനാണോ, ദേവിയാണോ എന്നൊന്നും പറയണം. ഇന്നിപ്പോൾ ക്രിസ്ത്യാനികളൊക്കെ നാരദ ഭക്തി സൂത്രം എടുത്ത് വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അസ്മിൻ എന്ന് പറഞ്ഞു വെച്ചു, ഇന്ന ആളൊന്നും പറഞ്ഞില്ല, പേരൊന്നും പറഞ്ഞില്ല. ശുദ്ധമായ പ്രിയം, ആ പ്രിയം ഭഗവാന്റെ അടുത്ത്, അനന്തതയുടെ അടുത്ത്, പരമേശ്വരന്റെ അടുത്ത് വരുമ്പോൾ, നമ്മളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ പരമേശ്വര ശബ്ദം ശിവനാണ് ഉപയോഗിക്കുന്നത്. മഹാരാഷ്ട്രയിലൊക്കെ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ നാരായണനും വിഷ്ണുവിനും ഉപയോഗിക്കും. ഇപ്പൊ പരമേശ്വര ശബ്ദത്തിന് അങ്ങനെയൊന്നുമില്ല, അത് ഭഗവാനുള്ള പേരാണ്. സാത്വസ്മിൻ പരമപ്രേമരൂപ. അപ്പൊ ഭക്തി എന്താണെന്ന് നാരദന് തന്നെ പറയാനൊക്കില്ല. ചില ചില ലക്ഷണങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഇരുന്ന് കേൾക്കണുണ്ടല്ലോ കഥാശ്രവണം. കഥ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഥ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നിശ്ചയമുണ്ട് അർത്ഥം, അല്ലേ? കഥ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ കഥയെ വേറെ ഒരു വാക്കുവല്ലെന്നും പറയാൻ പറ്റും. ചരിത്രം, ചരിതം എന്ന് പറയും. അങ്ങനെ അല്ല. കഥ എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നത് എന്നേ അർത്ഥമുള്ളൂ. അത് സ്റ്റോറി അല്ല,
കഥയ മമ കഥയ മമ കഥകളതിസാദരം. അപ്പം അവിടെയൊക്കെ സ്റ്റോറി എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ കഥ എന്ന് പറഞ്ഞാൽ അത് സ്റ്റോറി എന്നുള്ള അർത്ഥത്തിലല്ല. ജ്ഞാനികൾ അധ്യാത്മതത്വം, വേദാന്ത തത്വം ഉപദേശിക്കുമ്പോൾ അതും കഥയാണ്. അതും കഥയാണ്. ഭാഗവതം കഥ. ഭാഗവതം കഥ എന്ന് പറയും. പക്ഷെ കഥയെന്ന് വെച്ചാൽ ഭാഗവതം പരമഹംസ സംഹിതയാണ്, ഉയർന്ന വേദാന്ത ഗ്രന്ഥമാണ്. എങ്കിലും നമ്മൾ കഥ എന്നാണ് പറയുന്നത്. അപ്പോ നാരദൻ പറഞ്ഞു ഭഗവത് കഥാദിഷു അനുരാഗ. ഇപ്പൊ കണ്ടില്ലേ, എവിടുന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. കഥാശ്രവണത്തിനായിട്ട് നൈമിഷാരണ്യത്തിൽ ഭാഗവതത്തിൽ പറയുന്നു ദേവന്മാരൊക്കെ വന്നിരുന്നു എന്നാണ്. അധ്യാത്മവിദ്യ കേൾക്കാനായിട്ട്, സത്സംഗത്തിനായിട്ട്, ശ്രവണ കുതുകികളായിട്ട്, ശുശ്രൂഷുക്കൾ. ശുശ്രൂഷു എന്ന് വെച്ചാൽ ശ്രോതും ഇച്ഛു, കേൾക്കാൻ ആശിച്ചും കൊണ്ട് എവിടുന്നൊക്കെയോ വരാം. എന്തായി കേൾക്കണത്? അധ്യാത്മവിദ്യാവിദ്യാനം. നിങ്ങൾ അമർനാഥ് പോയാൽ ഒരു ഐതിഹ്യം പറയും. അമർനാഥില്, ഹിമാലയത്തില്, ആ മഞ്ഞുമലയില്, ആ ഗുഹയില് മഞ്ഞുകൊണ്ട്, ഐസ് കൊണ്ടുണ്ടാവുന്ന ശിവലിംഗം ഇങ്ങനെ വളർന്നു 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 വരും. അവിടെ ആ ശിവലിംഗം കാണുന്നതോടൊപ്പം 2 പ്രാവുകൾ എപ്പോഴും കാണാൻ സാധിക്കുമെന്നാണ്. കാണുന്നത് വലിയ ഒരു ഭാഗ്യമായിട്ട് കരുതും. അതിന് പുറകിൽ ഒരു ഐതിഹ്യം പറയും. പരമേശ്വരൻ പാർവതിക്ക് ബ്രഹ്മവിദ്യ ഉപദേശിക്കുമ്പോൾ ഈ പ്രാവുകൾ കേട്ടു അത്രേ. ഇങ്ങനെ ഒരുപാട് കഥകൾ വേദത്തിലുണ്ട്. വേദാധ്യയനം ചെയ്തവർക്കൊക്കെ അറിയാം. ഈ പലാശദണ്ഡം നമ്മളാം ഉപനയനത്തിൽ കൊടുക്കുறோமே குழந்தை கையில், இந்த பலாசதண்டத்துக்கு ஒரு விசேஷம். இந்த பலாசத்தை பற்றி வேதமே சொல்றது. ഈ പലാശദണ്ഡം കൊടുക്കുമ്പോൾ ബ്രഹ്മചാരിയുടെ കയ്യിൽ പറയും ഇത് നല്ല ശുശ്രൂഷമാണെന്ന്. എന്നുവെച്ചാൽ ബ്രഹ്മവിദ്യ എങ്ങനെയാണ് കേൾക്കേണ്ടത് എന്ന് ഇയാൾക്കറിയാം. അതുകൊണ്ട് ഇവൻ ജ്ഞാനിയാണ്. ഇവനെ കയ്യിൽ പിടിച്ചുകൊള്ളാണ്. ഒരു ഗുരുവാണ് ആ ബ്രഹ്മചാരിക്ക്. അത് പറഞ്ഞിട്ടാണ് മന്ത്രം പറഞ്ഞിട്ട് കൊടുക്കണത്. അത് വേദം തന്നെ പറയണ മന്ത്രം. ബ്രഹ്മവിദ്യ ചർച്ച ചെയ്യുമ്പോൾ, ഋഷികളൊക്കെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഒരു പലാശമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ചർച്ച ചെയ്തു. എന്നിട്ട് അവര് സന്ധ്യാവന്തനത്തിനായിട്ടൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എവിടെ വിട്ടു എന്ന് മറന്നുപോയി അത്രേ. അപ്പോൾ ഈ പലാശവൃക്ഷം എടുത്തു കൊടുത്തു എന്നാണ്. അത് നല്ല ശുശ്രൂഷുവാണ് എന്ന് വെച്ചാൽ ജ്ഞാനിയാണെന്ന് അർത്ഥം. അതുകൊണ്ടാണ് ഈ പലാശദണ്ഡം കൊടുക്കുന്നത്. അപ്പോൾ ഈ ശ്രവണം കഥാദിഷു അനുരാഗ, ഭഗവത് കഥാശ്രവണത്തിന് ഏർപ്പെടുന്ന ഒരു ആനന്ദം, ഒരു രസം, അതിനു വേണ്ടിയിട്ട് വരുന്നതുണ്ടല്ലോ, അത് ഭക്തിയാണ്. അത് ഭക്തിയാണ്. നമ്മൾ വന്ന് ഇരിക്കണമല്ലോ, കഥാശ്രവണത്തിൽ ഒരു ആനന്ദം ഉണ്ടാവണം, അത് ഭക്തിയാണ്. പൂജാദിഷു അനുരാഗ. മറ്റൊരു അർത്ഥം നാരദൻ പറഞ്ഞു, ഭഗവാന് പൂജിക്കാം. പുഷ്പം പറിച്ചും കൊണ്ടുവന്ന്, അഭിഷേകത്തിന് തീർത്ഥം കൊണ്ടുവന്ന് വെച്ച് ഭഗവാന് മന്ത്രജപാദികൾ ചെയ്തുകൊണ്ട് അഭിഷേകം, അർച്ചന, നിവേദ്യം
സ്തോത്രം, സ്തുതി. ഇതൊക്കെ ആനന്ദമാണ്, പ്രിയമാണ്. ഒരു ഭക്തന്റെ രാവിലെ മുതൽ രാത്രി വരെ ഇരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകേണ്ടത്. ശിവാനന്ദ ലഹരിയിൽ നമ്മൾ അതുവരെ എത്തില്ല. എങ്കിലും ശങ്കരാചാര്യര് ഒരു ശ്ലോകം പറഞ്ഞു. എന്താ ചെയ്യേണ്ടത്? റിട്ടയർ ആയിക്കഴിഞ്ഞു ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇതൊരു ഉത്തരമാണ് ഈ ശ്ലോകം. നല്ല ഭക്തി സാധന ചെയ്യാൻ, ആനന്ദമായിട്ടിരിക്കണം, ഭക്തി സാധന ചെയ്യാൻ. എങ്ങനെ ഭക്തി സാധന ചെയ്യും? കഞ്ചിത് കാലം ഉമാമഹേശ ഭവതഃ പാദാരവിന്ദാക്ഷനൈഃ കഞ്ചിത് ധ്യാന സമാധിവിശ്വനതിഭിഃ കഞ്ചിത് കഥാകർണനൈഃ കഞ്ചിത് കഞ്ചിദവേക്ഷണൈശ്ച നുതിഭിഃ കഞ്ചിത് ദശാമീദൃശീം യഃ പ്രാപ്നോതി മുദാ ത്വദർപ്പിതമനഃ ജീവൻ സമുക്തഃ ഖലു. നമ്മളുടെ മുമ്പിലുള്ളത് സമയമാണ്, ഒരു സ്പാൻ, ലൈഫ് സ്പാൻ. എല്ലാവർക്കും കുറച്ച് ആയുസ്സുണ്ട്. ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ, ഈ വിളക്ക് കണ്ടു കഴിഞ്ഞാൽ കുറേ ഈ പാറ്റ വരും. ആ പാറ്റയ്ക്കും കുറച്ച് നേരത്തെ ആയുസ്സുണ്ട്, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതുപോലെയാണ് നമ്മളുടെ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ഈ സമയം എന്ത് ചെയ്യണു എന്നുള്ളതാണ്. ഈ സമയത്തില് കഞ്ചിത് കാലം, കഞ്ചിത്ത് എന്ന് വെച്ചാൽ അല്പം, കുറച്ച് നേരം, ഒരേപോലെ അനങ്ങാതെ ഇരിക്കണം എന്നൊന്നുമില്ലാതെ. കഞ്ചിത് കാലം ഉമാമഹേശ ഭവതഃ പാദാരവിന്ദാർച്ചനൈഃ. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ആദ്യത്തെ കാര്യം എഴുന്നേൽക്കുന്ന കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ കുറച്ചു നേരം ഭഗവൻ നാമം ജപിക്കാം, ഒന്ന് ധ്യാനിക്കാം. പ്രാതസ്മരണ സ്തോത്രങ്ങൾ ചൊല്ലാം. നല്ല ഒരു അധ്യാത്മ സാധന. നോക്കൂ, മനസ്സ് ശുദ്ധാവണില്ല, അശുദ്ധാവണില്ല എന്ന് പറയുമ്പോൾ മനസ്സിന് വേണ്ടാത്തത് കൊടുത്തോണ്ടേ ഇരുന്നാൽ അത് ശുദ്ധാവില്ല. അപ്പൊ ആദ്യം ഫീഡിങ് പ്യുവറാവണം. ആഹാരശുദ്ധി. ആഹാരം എന്ന് വെച്ചാൽ വായു കൂടെ എടുക്കണത് മാത്രമല്ല, കണ്ണു കൂടെ എടുക്കണത്, ചെവി കൂടെ എടുക്കണത്, മൂക്കു കൂടെ എടുക്കണത് എല്ലാം ശുദ്ധമാണ്. ആഹാരശുദ്ധവും സത്വശുദ്ധി. ആഹാരശുദ്ധാവുമ്പോൾ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലേക്ക് പോണതൊക്കെ ശുദ്ധാവുമ്പോൾ ചിത്തം പ്രസന്നാവും. അപ്പൊ ആദ്യം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ, ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം യത് എന്ന് രാവിലെ എഴുന്നേറ്റ് ഭഗവാനെ ഒന്ന് സ്മരിക്കാം. പ്രാതസ്മരാമഃ പരമാത്മതത്വം ബോധം ശിവം തം രസരൂപമേകം ജ്ഞാനാമൃതം ചിത് പ്രതിബിംബരൂപം വേദാന്തവേദ്യം രമണം ഗുഹേശം. ഭഗവാനെ ഹൃദയത്തിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ സ്മരിക്കാനാണ് ഈ സ്തോത്രങ്ങളൊക്കെ. രാവിലെ എഴുന്നേറ്റത് ആദ്യം ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കും. പലപ്പോഴും നമ്മൾ എഴുന്നേൽക്കുന്നത് സ്വപ്നമൊക്കെ കണ്ടിട്ടാണ് എഴുന്നേൽക്കുക. അധികം പേരും അങ്ങനെ ഫ്രഷായിട്ട് സുഷുപ്തി എന്നൊന്നും എഴുന്നേറ്റ് വരില്ല. എഴുന്നേറ്റ് വരുമ്പോൾ മനസ്സിൽ പല ചിത്തവൃത്തികളും വാസനാമയ ലോകങ്ങൾ, ഒരു വിധത്തിൽ പറഞ്ഞാൽ ആസ്ട്രൽ ബോഡി അവേക്കൻഡ് ആയിട്ട്. മരിച്ചു കഴിഞ്ഞാൽ എന്താവും എല്ലാവർക്കും ആകാംക്ഷയുണ്ട് അല്ലേ? മരിക്കണത് ഈ എഴുന്നേക്കണ ശരീരമാണ്. സ്വപ്നം കാണുന്ന ശരീരത്തിന് അത്ര പെട്ടെന്നൊന്നും മരണമൊന്നുമില്ല. അത് അടുത്ത ജന്മത്തിലേക്കൊക്കെ ഉള്ള ട്രാക്ക് അതാണ്. അതുകൊണ്ട് അത് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ആ യാത്ര ചെയ്യാനുള്ള റോഡാണത്. ആ റോഡിലൂടെയാണ് അത്. ഈ ഭൂമിയിലുള്ള ലോകത്തിലൊന്നുമല്ല യാത്ര, അങ്ങടേക്കാണ് യാത്ര. അതുകൊണ്ട് ആ റോഡ് ശരിയാക്കിയാണ് ദേവയാനം എന്ന് വെച്ചാൽ, ദേവയാനം എന്ന് വെച്ചാൽ ദേവലോകത്തിലേക്കുള്ള യാനം, അല്ലെങ്കിൽ പിതൃയാനം. പിതൃയാനം എന്ന് വെച്ചാൽ വാസനാമയമായിട്ട് എൻ്റെ അച്ഛൻ, മുത്തശ്ശൻ എല്ലാവരും ജീൻസിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് നമ്മളുടെ ഉള്ളിൽ. അവരൊക്കെ തന്നെ നമ്മളുടെ സൂക്ഷ്മ വാസനാമയമായിട്ട് അതീവ സൂക്ഷ്മ രൂപത്തിൽ
അണുക്കൾ പോലെ ചിത്തവൃത്തികളുടെ രൂപത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അതുകൊണ്ട് ആ ചിത്തവൃത്തികളെയാണ് ഉപാസനാ ശരീരത്തിൽ ശുദ്ധാക്കുന്നത്. ഭഗവാനെ ധ്യാനിക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ ഈശ്വര സ്വരൂപം ഹൃദയത്തിൽ പ്രകാശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പഞ്ചാക്ഷരമോ അഷ്ടാക്ഷരമോ ജപം ചെയ്തുകൊണ്ട്, അങ്ങനെ രാത്രി കിടക്കുമ്പോൾ ജപിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ആ മന്ത്രം ധ്വനിച്ചുകൊണ്ട് തന്നെ എഴുന്നേക്കും. അങ്ങനെ എഴുന്നേക്കാനൊക്കെ സാധിക്കുമ്പോൾ സത്വഗുണം ശുദ്ധമായി എന്നർത്ഥം. സത്വം ശുദ്ധേതി യസ്മാത് ബ്രഹ്മസൗഖ്യം തു അനന്തം. ഭാഗവതം പറഞ്ഞു ഈ സത്വം ശുദ്ധാവുമ്പോൾ ബ്രഹ്മസൗഖ്യം തു അനന്തം. ഉള്ളില് നല്ല ഒരു സുഖം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും, നല്ല ഹാർമോണിയസ് ആയിട്ടുണ്ടാവും ശരീരം മുഴുവൻ. വയസ്സാവും തോറും നല്ല ആനന്ദമാണ്. ചെറുപ്പകാലത്ത് കൂടുതൽ തടസ്സം ഉണ്ടാവും, വയസ്സാവുമ്പോൾ ഈ പ്രതിബന്ധമൊക്കെ കുറയും. അപ്പോൾ വയസ്സാവുമ്പോൾ പതുക്കെ 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 ഈ അധ്യാത്മ സാധന അഭ്യാസം നല്ല സ്വാഭാവികമായിട്ട് തീരുമ്പോൾ വയസ്സാവുമ്പോൾ നല്ല ആനന്ദമാണ്. രാത്രി ഇരിക്കുമ്പോൾ ഭഗവാനെ ധ്യാനിക്കുക, ഉറക്കം വന്നില്ലേ സുഖം. ഈ രാത്രിയൊക്കെ വയസ്സാവുമ്പോൾ പലർക്കും വിഷമം, ഉറക്കം വരണില്ല, ഗുളിക കഴിക്കുക ഒക്കെയാണ്. ഉറക്കം വന്നില്ലേ എഴുന്നേറ്റിരുന്ന് ജപിക്കുക. അത്രയും അധികം സമ്പാദിച്ചുള്ള ഈ പണമൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അല്ലേ? ഈ പണമൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഭഗവൻ നാമം അങ്ങനെ ജപിച്ച്, ഭഗവൻ നാമം അതാണ് മരുന്ന്. മാനസിക രോഗത്തിന് മരുന്ന്. പിത്തം തെളിയ മരുന്നൊണ്ടിരിക്കുത് പേരിമ്പമൻറുള്ളേ மற்ற மருந்துகள் தின்றாலும் உள்ளுக்கு செல்லாது மனம் நில்லாது. கோபாலகிருஷ்ண பாரதியார் பாட்டு. பித்தம் தெளிய மருந்து ஒன்று இருக்குது. ഉള്ളില് ഭ്രാന്ത് എല്ലാവർക്കും ഉണ്ട്. ഭ്രാന്ത് നമ്മളുടെ മലയാളത്തിലെ ഭ്രാന്ത് എന്ന് പറയണു അല്ലേ? ഭ്രാന്തി അല്ലേ? തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഭ്രാന്തി കടയിൽ ഭ്രാന്ത്, നമ്മൾ പ്രാന്ത് എന്ന് പറയും, നട്ട ഭ്രാന്ത് എല്ലാവർക്കും ഉണ്ട്. പിത്തം തെളിയ മരുന്ന് കൊണ്ട് ഇരിക്കുന്നത്, ഒരു മരുന്നുണ്ടെന്ന്. പേരിമ്പമன்று ഉള്ളി, ആനന്ദ സ്വരൂപമായി. മണ്റ് എന്ന് വെച്ചാൽ ചിദംബരത്തിലുള്ള നടരാജനെ പറയണതാണ് ആ മണ്റ്, മണ്ഡ്രകവൈ. ആ കനകസഭയില് നടനം ചെയ്യുന്ന ആ മൂർത്തി ഉണ്ടല്ലോ, അത് പഞ്ചാക്ഷര സ്വരൂപമാണ്. ആ പഞ്ചാക്ഷര സ്വരൂപനായ ഈശ്വരൻ ആ മരുന്ന് അങ്ങോട്ട് കഴിച്ചാല് ഉള്ളിലുള്ള ഈ ഭ്രാന്ത് കുറച്ച് കുറച്ച് കുറഞ്ഞു വരും. ഈ പിത്ത പൈത്യവികാരം, തമിഴില് പൈത്യം എന്ന് പറയുന്നത് തമിഴല്ലാതെ സംസ്കൃതമാണ്. നമ്മൾ തമിഴെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പൈത്യം എന്നാൽ തമിഴില്ല, ഇത് സംസ്കൃത പദമാണ്. പിത്തത്തിനാല വരക്കൂടിന് വ്യാധി പൈത്യം. பித்தம் தெளிய மருந்து ஒன்று இருக்குது பேரின்பம் என்று. മറ്റ മരുന്നുകൾ തിന്നാലും ഉള്ളിക്ക് ചെല്ലാതെ. വേറെ മരുന്നൊക്കെ കഴിച്ചാൽ ശരീരത്തിൽ ചെല്ലുന്നല്ലാതെ ചിത്തത്തിനെ എങ്ങനെ സ്പർശിക്കും? സൈക്കാട്രിക് മെഡിസിൻസ് പോലും സർഫസ് മൈൻഡിനെ സ്പർശിക്കുന്നു. ഡീപ്പർ ലെവലിലൊന്നും ശാന്തിയൊന്നും തരാൻ ഒക്കില്ല. വേണമെങ്കിൽ ഉറങ്ങാൻ വയ്ക്കും, ട്രാങ്കുലൈസർ, അത്രയേ ഉള്ളൂ. എന്നാൽ ഈ പഞ്ചാക്ഷരം ജപിച്ചാല് ഉള്ളില് ശിവം, ശാന്തം, അദ്വൈതം എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ശിവം എന്ന് വെച്ചാൽ ശാന്തം, അങ്ങനെ നിറഞ്ഞ ഉള്ളില് നല്ല തളം കെട്ടിയ തീർത്ഥം പോലെ അതിശീതളമായ ഗംഗ. കാശിയിലോ ഹരിദ്വാറിലോ പോയി കുളിച്ചാൽ പോലും അത്ര സുഖം ഉണ്ടാവില്ല. ഈ പാലക്കാട് ഇരുന്ന് പഞ്ചാക്ഷരം ജപിച്ചാൽ മതി, നല്ല സുഖം ഉണ്ടാവും. ഉള്ളില് ആ ശിവനാമം അല്ലെങ്കിൽ അഷ്ടാക്ഷരം ഭഗവൻ നാമം ജപിച്ചാല് ചിത്തമങ്ങനെ അതിശീതള പരമശിവം, അതിശീതള പരമശിവം. നല്ല നല്ല ശീതളത, ഉള്ളിൽ കുളിർമ, ശാന്തി, ചിത്തത്തിന് നല്ല മരുന്നാണ്. ആ മരുന്ന് ഹൃദയത്തില് എടുക്കാം.
ഒന്ന് ചികിത്സിക്കാണ്. യോഗവാസിഷ്ഠത്തില് ഭഗവാൻ രാമൻ വസിഷ്ഠനോട് പറയാണ്, ഭഗവാനെ ഈ മനസ്സ് എന്ന് പറയുന്ന മഹാവ്യാധിക്ക് ഒന്ന് ചികിത്സ ചെയ്യുന്നു. വേണ്ട സമയത്ത് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് ചിത്ത ചികിത്സയാണ് ഈ അധ്യാത്മവിദ്യ എന്ന് പറയുന്നത്. ഇപ്പോ നമ്മുടെ ഗവൺമെന്റ് ഉണ്ടല്ലോ, വേണ്ടാത്ത കാര്യം പറയണ്ട, ബാക്കിയെല്ലാം തുറന്നിട്ടു. അമ്പലങ്ങള് ആശ്രമങ്ങളൊക്കെ അടച്ചുപൂട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം? ആശ്രമക്കാർ പോലും അതൊന്നും ബോധവാന്മാരല്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന്. ഇതിപ്പോ സമയം കിട്ടിയാൽ വേണമെങ്കിൽ അമ്പലത്തിൽ പോവാം, വേണമെങ്കിൽ ആശ്രമങ്ങളൊക്കെ ആവാം, വേണമെങ്കിൽ സത്സംഗമൊക്കെ ആവാം. പക്ഷേ ബാക്കിയൊക്കെ വളരെ പ്രധാനം. മധ്യ കേരളം അല്ലേ, ഇത് വളരെ പ്രധാനം. വെള്ളം ജടാന്തേ വിഭ്രാണം. അപ്പോ അത് വളരെ പ്രധാനം. അതിനൊന്നും ദോഷമില്ല. എന്ന് വെച്ചാൽ ചിത്തത്തിനെ നശിപ്പിക്കാൻ അങ്ങോട്ട് തുറന്നുവിടുക. കംസനും ഹിരണ്യകശിപും ഒക്കെ ചെയ്ത ഏർപ്പാടാണ്. ചിത്തത്തിനെ ശാന്തമാക്കാൻ. ഈ കൊറോണയെക്കാളും ഒക്കെ അതികൊടൂരമായ വ്യാധിയാണ് ഉള്ളിലുള്ള ഈ അവിദ്യ, സമാധാനമില്ലായ്മ. ഞങ്ങളൊക്കെ കാണേണ്ടത്, അതായത് ഈ 2 വർഷമായിട്ട് പല സമനിലയുള്ള ആളുകളെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന പല ആളുകളുടെയും സമനില തെറ്റി. മനസ്സിൽ ഒരു സമാധാനമില്ല. ഇങ്ങനെ നമുക്ക് വിളിച്ച് ഇങ്ങനെ ഫോണിൽ പറയുകയോ ലെറ്റർ എഴുതുകയോ ഒക്കെ ചെയ്യും. നമ്മൾ പേടിച്ചിട്ട് അടുത്ത് പോകാറില്ല. എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴാണ് പിടിക്കാമെന്നറിയില്ല. ഇത് വലിയ കുഴപ്പമാണ്. ഇങ്ങനെ വീട്ടിലിരുന്ന് സകല ആളുകളും ഈ വെറ്റിലേക്ക് ചുണ്ണാമ്പിടുന്ന പോലെ ഇതന്നെയാണ് പരിപാടി. മുറുക്കാൻ പറ്റിക്ക്. അത് പഴയ കാലത്ത് ആ മുറുക്കണതിന് പകരം ഇപ്പോൾ ഇതാണ്. ഇങ്ങനെ എപ്പോഴും തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഇതിനൊന്നും മരുന്ന് വെക്കണമെന്നാണ്. ഒരു ശാന്തി വേണം, സമാധാനം വേണം, ചിത്തം കുളിര. നമ്മുടെ ഭഗവാൻ പറഞ്ഞു, ചിത്തം കുളിര ഗതിർ ഹസ്തം വൈത്ത് അമുതവായേത്തിര അരുണതി അരുണാചലം. ഹൃദയത്തില് അമൃതനാടി തുറക്കുക, ശാന്തി ഉണ്ടാവുക. അപ്പോഴാണ് വാസ്തവത്തിൽ ഭഗവത് അനുഭവം ഉണ്ടാവുക. അത് വളരെ എളുപ്പമാണ്. അതിനൊന്നും മെനക്കെടണ്ട. ഈ ഭഗവൻ നാമം ജപിച്ചാൽ മതി. ഭഗവൻ നാമം ഒരു മരുന്നാണ്. എല്ലാ മഹാപുരുഷന്മാരും ജ്ഞാനശാസ്ത്രങ്ങളും ഒക്കെ നിരൂപണം ചെയ്തിട്ട് അല്ലെ. ഇപ്പോൾ ഒരു MBBS പഠിക്കുന്നു, MDക്ക് പഠിക്കുന്നു. ആ ഡോക്ടറുടെ അടുത്ത് നിങ്ങൾ പോകുമ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പുസ്തകം എടുത്ത് തന്നാൽ നിങ്ങൾ പോവോ? പിന്നെ തലവേദനയ്ക്ക് ഡോക്ടറുടെ അടുത്ത് പോയാൽ ഡോക്ടർ ഒരു വലിയ പുസ്തകം എടുത്ത് ഇത് മുഴുവൻ അങ്ങോട്ട് പഠിക്കുക, ഒരു കോഴ്സ് കഴിഞ്ഞില്ലേ, ഒരു തലയിലെഴുത്ത് എഴുതി തരും. അതുകൊണ്ട് കൊടുക്കുമ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇത്രയും പോകുന്നൊരു ഗുളിക അതങ്ങോട്ട് കഴിച്ചതും തലവേദന പോയി. അതേപോലെ മഹാപുരുഷന്മാർ തപോബലം മുഴുവനും സംഗ്രഹിച്ച് പറഞ്ഞു, ഈ ഭഗവൻ നാമം മതി. മന്ദിരം ആവത് നീര് ജ്ഞാനസംബന്ധം ഭസ്മങ്ങളുടെ ഭഗവൻ നാമം ജപിച്ചിട്ടാൽ മതി. പഞ്ചാക്ഷരം ജപിച്ചാൽ മതി. വേദം നാങ്കിനും മെയ്പ്പൊരുള്ളാവത് നാഥൻ നാമം നമശിവായവേ. 4 വേദത്തിനും മെയ്പ്പൊരുൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ഹൃദയം ഈ നമശിവായ പഞ്ചാക്ഷരം. അതുകൊണ്ട് ഭഗവൻ നാമം വളരെ എളുപ്പമായ ഒരു മരുന്ന്. ആ മരുന്നാണ് ചാവി. അത് ഉള്ളിലെടുത്ത് ദിവസം അഭ്യസിച്ച് വയസ്സാവുമ്പോഴേക്കും നമ്മളുടെ നാഡിയിലും നരമ്പിലും പ്രാണനിലും ഒക്കെ കലർന്ന് അതങ്ങനെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്താന്ന് വെച്ചാൽ ഈ സ്വപ്നം കാണുന്ന ശരീരം ശുദ്ധാവും. ഈ സ്ഥൂല ശരീരം കുളിച്ചാൽ ശുദ്ധാവും. പക്ഷെ ആ ആസ്ട്രൽ ബോഡി ശുദ്ധാവണമെങ്കിൽ, സൂക്ഷ്മ ശരീരം ലിംഗശരീരം ശുദ്ധാണെങ്കിൽ അതിൽ മരുന്ന് ചെല്ലണമെങ്കിൽ ഈ മരുന്ന് ഭക്ഷണവും ചെല്ലില്ല, അവിടെ നമ്മൾ ചെയ്യുന്ന ബാഹ്യകർമ്മങ്ങളൊന്നും ചെല്ലില്ല. അതുകൊണ്ട് ഭഗവൻ നാമം എന്നുള്ള ആ സ്പന്ദന വിദ്യ, അതിനെ നമ്മൾ സ്പന്ദന വിദ്യ എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ സ്പന്ദന വിദ്യ,
പ്രപഞ്ചം മുഴുവൻ സ്പന്ദനാണ്. അപ്പോൾ പല വിധത്തിലുള്ള സ്പന്ദനങ്ങളാണ്. ഒരേ സ്പന്ദനം ചിത്തത്തിന് ഇഷ്ടാവാത്ത കാര്യമാണ്. ചിത്തം പലതരത്തിലുള്ള സ്പന്ദനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ ചിത്തത്തിനെ ഒരേ വിധത്തിലുള്ള സ്പന്ദനത്തിൽ ശിവശിവാന്നിരിക്കുക എന്ന് പറയില്ലേ നമ്മൾ, അല്ലേ? ശിവശിവാന്നിരിക്കുക. അങ്ങനെ ആ സ്പന്ദനം കൊണ്ട് ചിത്തം ശാന്തമാവുമ്പോൾ പരമേശ്വര ഭക്തി, ശിവഭക്തി ഹൃദയത്തിലുണ്ടാവുമ്പോൾ ശിവം ശാന്തം അദ്വൈതം. ഇവിടെ നമുക്ക് ശാസ്ത്രം നോക്കൂ. ഹരിഹര അദ്വൈതാത്മിക സ്വരൂപ, ഹരിഹര അദ്വൈതമാണ് അവിടെ. അവിടെ വിഷ്ണുവെന്നോ ശിവനെന്നോ രണ്ടും ചേർന്ന മൂർത്തി. അപ്പൊ നമ്മളിവിടെ ഭാഗവതം പറഞ്ഞു. ഇപ്പുതാ ശിവാനന്ദ ലഹരി, ശങ്കരാചാര്യർ ശിവാനന്ദ ലഹരി എന്ന് ഈ അദ്ഭുതമായ 100 ശ്ലോകങ്ങൾ. സൗന്ദര്യ ലഹരി എല്ലാവരും പഠിക്കുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ആശ്ചര്യം തോന്നും. എല്ലാവരും സൗന്ദര്യ ലഹരി പഠിക്കുന്നു, സൗന്ദര്യ ലഹരി പാടുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നും. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി പേടിക്കും. ഈ സൗന്ദര്യ ലഹരി സാധാരണ ആളുകൾക്കുള്ളതേ അല്ല. അതിൽ കുറേ തന്ത്രവും യോഗശാസ്ത്രങ്ങളും അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും നോക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ശിവാനന്ദ ലഹരി വളരെ സരളമായ ലളിതമായ ഭക്തി, ഒരു കുഴപ്പമില്ല, ആനന്ദമധുരമായ ഭാഷ. അതൊക്കെയാണ് ശിവാനന്ദ ലഹരിയുടെ വിശേഷം. ഇനിയിപ്പോ ആ പേര് നോക്ക, ആനന്ദ ലഹരി അല്ലേ? അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖം. ആനന്ദം കിട്ടിയാലേ മനുഷ്യർ പിന്നെ വേറെ ഒന്നിനും പോവില്ല. എളുപ്പത്തിൽ ആനന്ദം കിട്ടണം കൊണ്ടാണ് മറ്റുള്ളതിനൊപ്പം പോണത്. പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോഴേ ട്രാഫിക് ബ്ലോക്ക്, ഭൂലോകം എള്ളോളം പള്ളയിൽ ചെന്നാൽ ഭൂലോകം തരികിട തകർത്തേ. ആനന്ദം, ഉത്തമ ആനന്ദം എന്ന്, സാത്വികമായ ആനന്ദം, അതിനാണ് ഭക്തി എന്ന് പറയുന്നത്. ആ സാത്വികമായ ആനന്ദം, അൻപും ശിവമും ഇരണ്ടെൻപാർ അറിവിലാർ, അൻപേ ശിവമാവതി യാരും അറിയിലാർ, അൻപേ ശിവമാവതി യാരും അറിந்த പെൺ, അൻപേ ശിവമായി അമർന്നിരുന്നാറേ. തിരുമൂലരുടെ തിരുമന്ദിരത്തിലുള്ള ഒരു പാട്ടാണ്. അൻപ്, പ്രിയം, ശിവം. ശിവൻ എന്ന് പറഞ്ഞാൽ ഒരു ദേവത, ശിവം എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപം, നമ്മളുടെ വാസ്തവമായ സ്വരൂപം. അതിലാണ് പ്രിയം ഇരിക്കുന്നത്. എല്ലാവർക്കും പ്രിയം എവിടെ? അവനവൻ്റെ അടുത്ത്. ആത്മനസ്തുകമായ സർവം പ്രിയം ഭവതി. എല്ലാം എനിക്ക് ഇവരോട് പ്രിയം, അവനോട് പ്രിയം എന്നൊക്കെ പറയും. അവസാനം നോക്കിയാൽ എല്ലാ പ്രിയവും എന്താ? തന്നോടാണ്. തൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് പരമപ്രേമാസ്പദമായിട്ടുണ്ട്. ആ ഹൃദയസ്ഥാനത്തിലുള്ള പരമേശ്വര സ്വരൂപത്തിൻ്റെ പ്രതിഫലനം എവിടെ കാണുന്നു? അതിനോടൊക്കെ പ്രിയം തോന്നും. അത് അറിഞ്ഞു കഴിയുമ്പോൾ, പ്രിയം എന്നുള്ളത് ആത്മസ്വരൂപം എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അതിലടങ്ങി പ്രിയമേ സ്വരൂപമായിട്ടിരുന്നു. അൻപേ ശിവമായി അമർന്ന് ഇരുന്നാറേ. പ്രിയം എന്ന് പറയുന്നത് ജ്ഞാനിയുടെ സ്വരൂപമാണ്. ശിവം എന്ന് പറയുന്നത് ജ്ഞാനിയുടെ സ്വരൂപമാണ്. ഈ ശിവ ആനന്ദ ലഹരി, നമുക്ക് ഒത്തിരി ഒന്ന് ലഹരി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമുക്ക് എക്സ്റ്റസി, റാപ്ചർ, റാപ്ചറസ്, എക്സ്റ്റസി. ലഹരി വരുമ്പോൾ പിന്നെ നമ്മൾ വേറെ ഒന്നും തരയില്ല. പലപ്പോഴും ആളുകൾക്ക് സാധനയൊക്കെ ചെയ്താൽ ലഹരി വരാതെ ആവുമ്പോഴാണ് വിട്ടുപോവുക. ഭക്തി എന്ന് പറയുന്നത് ലഹരിയാണ്. ലഹരി എന്ന് പറഞ്ഞാൽ ഒരു അലയ്ക്ക് ലഹരി എന്ന് പറയാം. പിന്നെ ഒരു എല്ലബ്ധ്വാപുമാൻ സ്തബ്ധോ ഭവതി, തൃപ്തോ ഭവതി, മത്തോ ഭവതി, ആത്മാരാമോ ഭവതി. ഭാരതൻ ഭക്തിസൂത്രം ആനന്ദമത്തനായിട്ട് തീരുന്നു. മലയാളത്തിൽ മത്തനല്ല, ഉന്മത്ത. മത്തോ ഭവതി, തൃപ്തോ ഭവതി, പരമതൃപ്തി ഉണ്ടാവും. ആത്മാരാമോ ഭവതി,
ആത്മാരാമനായിട്ട് തീരും. ശ്രേയോ മാർഗേഷു ഭക്തൗ അധിക ബഹുമതി ജന്മകർമാണി ഭൂയഃ ഗായൻ ക്ഷേമാണി നാമാന്യപി തദുഭയത പ്രദ്രുതം പ്രദ്രുതാത്മാ ഉദ്യദ്ഹാസ കദാചിത് കുഹചിദപി രുദൻ ക്വാപി ഗർജൻ പ്രഗായൻ ഉന്മാദീവ പ്രനൃത്യൻ ഐ ഗുരു കരുണാം ലോകബാഹ്യശ്രേയം. ലോകബാഹ്യ എന്നുവെച്ചാൽ ലോകം അയാളുടെ ബുദ്ധിയിൽ രജിസ്റ്ററേ ആവണില്ല എന്നാണ്. നല്ല അധ്യാത്മ സാധന, ഉപാസന, ഭഗവത് ധ്യാനം ചെയ്യുമ്പോൾ സമയം അറിയില്ല, ലോകം അറിയില്ല. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ടൊരു അല്പനേരം. ആ പരമാനന്ദത്തിന്റെ പാല് കുടിച്ചു കഴിയുമ്പോൾ ഒരു 10,000 ആണ്ട് എന്ന് പറയുമ്പോഴേക്കും പോയി. അങ്ങനെ ആനന്ദം ഏർപ്പെടുമ്പോൾ, ഹൃദയത്തില് ആനന്ദം ഏർപ്പെടുമ്പോൾ, ശാന്തി ഏർപ്പെടുമ്പോൾ, ധ്യാനം സിദ്ധിക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യണം തോന്നില്ല. ഞാനിപ്പോ തിരുവണ്ണാമലയിൽ നിന്ന് വരികയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പായിട്ട് ഇംഗ്ലീഷിൽ ഒരാഴ്ചത്തെ പ്രഭാഷണം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ജൈന ഭിക്ഷുക്കൾ, സ്ത്രീകളാണ് അവര് ഗുജറാത്തിൽ നിന്ന് നടന്നാണ് വന്നിരിക്കുന്നത്. പല സ്ഥലങ്ങളും ജീവിതം മുഴുവൻ നടത്താണ്. ഒരു സ്ഥലത്ത് നിൽക്കില്ല, എനിക്ക് ചെരുപ്പില്ല, കൊടയില്ല, പണമില്ല. അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ നോക്കണുണ്ട്, അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ആ ഈശ്വരാനുഭൂതിക്കായിക്കൊണ്ട് അവര് ഒരാഴ്ച അവിടെ സത്സംഗത്തിന് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 4 ദിവസം എൻ്റെ അടുത്ത് തനിച്ച് പല കാര്യങ്ങളുമായിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജീവിതം അവർ ആ പരമാർത്ഥ ലാഭം ഉണ്ടായില്ലോ അതൊക്കെ കാര്യം വേറെ. പക്ഷെ എന്തൊരു വൈരാഗ്യം, എന്തൊരു ഭക്തി. അവർ ജൈന ഭിക്ഷുക്കളാണ്. നമുക്ക് ഈ അധ്യാത്മം എന്ന് പറയുമ്പോൾ ഈ ജൈനമാണോ ബൗദ്ധമാണോ വൈഷ്ണവമാണോ ശൈവമാണോ ഒക്കെ പോയി പോകും. കാഞ്ചിയിലെ ബാലപരിവ വിജയേന്ദ്രസ്വാമിയുടെ കൂടെ ഞാൻ ഇരിക്കുമ്പോൾ കഴിഞ്ഞ സപ്താഹ സമയത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ആളെന്ന് പറഞ്ഞു കുറേ ജൈന ഭിക്ഷുക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വളരെ പരിഭ്രമത്തോടു കൂടെ എഴുന്നേറ്റ് അയ്യോ ரொம்ப ദൂരേക്ക് നടന്നേ വരുവാ, ഇങ്ങേയും തങ്ങമാട്ടാ നടന്നു വരുവാ அப்படின்னோடு ചട്ടന് വന്നിട്ടാണ്. അവള് വൈരാഗ്യം, തപസ്. ഇവരും ആ വൈരാഗ്യത്തോടുകൂടെ ഭഗവാന് വേണ്ടിയിട്ട് രമണ മഹർഷി എന്ന് അവരുടെ ഗുരു പറഞ്ഞു കൊടുത്തു. രമണ മഹർഷിയുടെ ആശ്രമത്തിൽ പോകണമെന്ന് പറഞ്ഞ് അവിടെ കുറേ കമ്മ്യൂണിറ്റി ഉണ്ട്, ജൈൻ കമ്മ്യൂണിറ്റി. അവിടെ ചാതുർമാസം കഴിഞ്ഞ് ആശ്രമത്തിൽ വന്ന് താമസിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ഈ സംവാദമൊക്കെ നടന്നത്. അപ്പോൾ കാണാം അവർക്ക് ആ ഒരു എന്തോ ഒന്നിനുള്ള ഒരു തെരച്ചിൽ ആ മഹാതപസ്സിലുണ്ട്. എന്താണ് ആ ഒരു എന്ത് കിട്ടിയാലാണ് തൃപ്തിയാവുക? അതാണ് ആനന്ദലഹരി. ആ ആനന്ദലഹരി എന്ന് പറയുന്നത് നമ്മൾ ഭക്തി എന്ന് വളരെ സുലഭമായിട്ട് പറയുന്നതിന് മറ്റൊരു പേരാണ്. അപ്പോൾ അവരെ കാണുമ്പോൾ എനിക്കൊരു വിഷയം തോന്നി. അവർക്ക് എന്തോ ഒരു ആനന്ദമില്ല, അതിങ്ങനെ ഇരിക്കാൻ പറ്റില്ല. നമ്മളുടെ സന്യാസികളെ തന്നെ കാണുമ്പോൾ ചിലപ്പോൾ വിഷമം തോന്നും. സാമൂഹിക പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, ആസ്പത്രി കെട്ടുക, സ്കൂള് കെട്ടുക, ഇതൊക്കെ എന്തുകൊണ്ട് ചെയ്യണം? ഞാൻ ചെയ്യണത് കുറ്റം പറയല്ല. തപോവന സ്വാമികൾ പറഞ്ഞോട് ചോദിച്ചു, വിദ്യാനന്ദ തീർത്ഥപാദർ ചോദിച്ചു, ഇതൊക്കെ ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? ഇതൊക്കെ വേണ്ടേ സമൂഹത്തിന്? ആസ്പത്രി വേണ്ടേ? സ്കൂൾ വേണ്ടേ? അപ്പോൾ സ്വാമി തപോവന മഹാരാജ് പറഞ്ഞു, ഇതൊക്കെ വേണം, പക്ഷെ ഇതൊക്കെ ആരാ ചെയ്യേണ്ടത്? ഗൃഹസ്ഥൻ ചെയ്യേണ്ടതാണ്. ഇതൊന്നും സന്യാസിയുടെ തൊഴിലല്ല, ഇതൊക്കെ ഗൃഹസ്ഥന്റെ തൊഴിലാണ്. സന്യാസി ഭഗവത് ധ്യാനം ചെയ്യാനുള്ള ആളാണ്. അതായത് നമുക്ക് ലോകത്തിൽ കാണാൻ കിട്ടാത്തതായ ആനന്ദലഹരി ആരിൽ കാണുന്നു അവനെയാണ് നമ്മൾ അധ്യാത്മ പുരുഷൻ എന്ന് പറയുന്നത്. അവൻ ഒന്നും ചെയ്യണില്ല, പക്ഷെ ആനന്ദ തൃപ്തനാണ്, ശാന്തനാണ്.
അവനെ കണ്ടിട്ട് വേണം ഈ കർമ്മ ആതുരന്മാരായിട്ടിരിക്കുന്ന ഗൃഹസ്ഥന്മാര് ഇങ്ങനെ ആയാൽ സന്തോഷം ഉണ്ടാവും എന്ന് മനസ്സിലാക്കണത്. ആ തൃപ്തി കണ്ടിട്ട് ആ തൃപ്തി നമുക്കും ആവാം എന്ന് തോന്നണത്. അപ്പോൾ ഈ ജൈനഭിക്ഷുക്കളെ കാണുമ്പോൾ തോന്നി എനിക്കത് ഒന്നും ചെയ്യണില്ല, ഇതാണ് യാത്രയാണ്, ഭഗവത് ധ്യാനമാണ്, ഈ സത്യത്തിനെ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയാണ്. അവരിവിടുന്ന് പോകുമ്പോൾ എനിക്കൊരു പത്രം എഴുതി തന്നിട്ട് പോയി, ഞങ്ങൾ ഇവിടുന്ന് സുഖമായിട്ട് പോകും, ശാന്തിയാണ് അവരുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, കൃതാർത്ഥത. അവർ എന്നോട് പറഞ്ഞു, ഞാനും അവരിൽ കണ്ടത് ആ വൈരാഗ്യം, ആ സ്വാതന്ത്ര്യം, പണവും പേരും പുകഴും പ്രസിദ്ധിയും. ചിലരൊക്കെ വിചാരിക്കുന്നത് ഈ അധ്യാത്മ ജീവിതം പ്രസിദ്ധിക്ക് വേണ്ടിയിട്ടാണെന്നാണ്. ഈ പ്രസിദ്ധി എന്ന് പറയുന്നത് ഒരു വിഷമാണ്, ഒരു സ്വസ്ഥത ഉണ്ടാവില്ല മനുഷ്യന്. സുഖമായി ഏകാന്തേ സുഖമാസ്യതാം, ഏകാന്തത്തിലിരുന്ന് ഭഗവാനെ ധ്യാനിക്കുന്നവനാണ് ഭാഗ്യവാൻ. ആത്മധ്യാനം ചെയ്യണവനാണ് ഭാഗ്യം. ഒരു സ്ഥലത്തും നിൽക്കുന്നില്ല, അവരിങ്ങനെ ചടൈവേദി ചടൈവേദി യാത്രയാണ്. സ്ത്രീകളാണ്, ഭിക്ഷുണികളാണ്. അപ്പോ ഇത് എങ്ങനെ അത് സാധിക്കും? വേറെ ഒന്നും ചെയ്യാതെ ഈശ്വരധ്യാനം. Let a few souls live for God and for God alone, and let the world go, have no compromise എന്ന് സ്വാമി വിവേകാനന്ദ സ്വാമികള് പറഞ്ഞു. കുറച്ചു പേരോട് പറയുമ്പോൾ, കുറച്ചു പേര് അങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ സന്തോഷമായിട്ടിരിക്കും. കുറച്ചു പേര് ആ ഭഗവത് ധ്യാനത്തോടുകൂടെ അവരടുത്ത് ചെല്ലുമ്പോൾ കഥാഹ ഭവിഷ്യന്തി സുരാമാഹ, അവിടെ ചെല്ലുമ്പോൾ ആ കഥാശ്രവണം ഉണ്ടാവും, സത്സംഗം ഉണ്ടാവും, അധ്യാത്മവിദ്യാവാദം ഉണ്ടാവും, ബ്രഹ്മവാദ പ്രവർത്തത്തെ, അലൗകിക വാദങ്ങൾ ഉണ്ടാവും, അലൗകികമായ ഭാഷണങ്ങൾ ഉണ്ടാവാം. ഹംസസ്വാഗതമാസ്യതാം പിബഭയോ ബ്രൂഹ്യംഗ ശൗരേ കഥ. ഭാഗവതത്തിൽ ഒരു പരമഹംസനെ വിളിച്ച് പറയണതല്ല, വരൂ ഇരിക്കും ഒന്ന് പറയൂ ഭഗവത് കഥാശ്രമം, ഞങ്ങൾ കേൾക്കട്ടെ. അതിന് മാത്രമാണ് ഈ സാധുക്കള്, ഹംസന്മാർ, പരമഹംസന്മാർ. അപ്പൊ ആനന്ദലഹരി, ആനന്ദത്തിൻ്റെ ലഹരി. ലഹരി എന്ന് പറയുമ്പോൾ മറ്റൊന്നുമില്ലാത്ത മത്തത, ഉന്മത്തത. ഭഗവാൻ രമണ മഹർഷി മലയാളത്തില് ഒരു കിളിപ്പാട്ട് എഴുതി, സദ്ദർശനം കിളിപ്പാട്ട്. അതിൻ്റെ ആരംഭം എന്താണെന്ന് വെച്ചാൽ ഈ തത്തയോട് ചൊല്ലുന്ന പോലെ തന്നെ, സത്തിൻ്റെ സാരം കൊണ്ട് സന്തതം മത്തചിത്ത തത്തയും യുദ്ധം ചൊല്ലാൻ സാദരം ആരംഭിച്ചു. ഇത് മഹർഷിയുടെ മലയാളമാണ്. സത്യത്തിനെ ചോദിച്ചപ്പോൾ ആ തത്ത പറഞ്ഞു അത്രേ. ആ തത്ത എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ സത്തിൻ്റെ സാരം കൊണ്ട് സന്തതം മത്തചിത്ത തത്ത എന്ന് വെച്ചാൽ ആത്മാനുഭൂതി കൊണ്ട് ഉന്മത്തനായ തത്ത. അത് സന്തതം മത്തചിത്ത തത്തയും യുദ്ധം ചൊല്ലാൻ സാദരം ആരംഭിച്ചു. അതിന് ആനന്ദം കൊണ്ട്, സന്തോഷം കൊണ്ട്, ആത്മതൃപ്തനായി, ആത്മലാഭം കൊണ്ട് കൃതാർത്ഥനായ ജ്ഞാനിയുടെ വാക്കുകളെ ചിത്രീകരിച്ചതാണ് അത്. അതിൻ്റെ ഒരു ചിത്രമാണ്, ആനന്ദത്തിൻ്റെ വാക്കുകളാണ്. അപ്പോൾ അങ്ങനെ ആനന്ദ ലഹരി. ആ ആനന്ദലഹരി എവിടെ നിന്ന് വന്നു? ശിവത്തിൽ നിന്ന് വന്നു. ശിവം ലഭിച്ചതുകൊണ്ട്, ശിവം എന്ന് വെച്ചാൽ ജ്ഞാനം. ജ്ഞാനം ഉണ്ടായിന്ന് എങ്ങനെ അറിഞ്ഞു? ആനന്ദം കണ്ടറിഞ്ഞു എന്നാണ്. തൃപ്തിയാണ് ആനന്ദം, ശാന്തിയാണ് ആനന്ദം. ആനന്ദം എന്ന് വെച്ചാൽ ഇങ്ങനെ തുള്ളിക്കളിക്കലല്ല. മാണിക്യവാചകർ തിരുവാചകത്തിലെ ലാസ്റ്റിലെ പാട്ട്, തനക്ക് കിടച്ചത് തനക്കേ നമ്പ മുടിയല. തനിക്ക് കിട്ടിയ മഹാലാഭത്തിന് തനിക്ക് തന്നെ വിശ്വസിക്കാൻ വയ്യ, എങ്ങനെ കിട്ടിയെന്നാണ്. എനിക്ക് ഈ ശിവാനുഭവം കിട്ടി. അതിന് ഒരു ദൃഷ്ടാന്തം പറഞ്ഞു. ഈ നായിനെ പിടിച്ച് സിംഹാസനത്തിൽ ഇരുത്തിയ പോലെ, മഞ്ചത്തിൽ ഇരുത്തിയ പോലെ. അതിനത് നായ് ശിവികയേറ്റ് വിത്ത്. ശിബിക എന്ന് വെച്ചാല് ഈ സപ്രപഞ്ചം. നായിനെ പിടിച്ച് സപ്രപഞ്ചത്തിൽ ഇരുത്തിയ പോലെ ആയിപ്പോ കഥ. എന്നുവെച്ചാൽ എനിക്ക് യോഗ്യത ഒന്നും ഇല്ലാതെ
ആ പരമേശ്വരൻ കൃപ കൊണ്ട് എൻ്റെ ഉള്ളിലുള്ള അവിദ്യ അഹങ്കാരത്തിനെ ആണവമലത്തിനെ ഇല്ലാതാക്കി തീർത്ത് ചിത്തമലം അറിവിത്ത് ശിവമാക്കി എനയാണ്ട അത്തൻ എനക്ക് അരുളിയവാർ യാർ പെരുവാരച്ചവേ. ഈ ഭാഗ്യം ആർക്ക് കിട്ടും? തമിഴില് നമ്മളെ சொல்லுவோம் அச்சோம்பமே சந்தோஷத்துல இல்லையா, அதுலேருந்து தான் வந்திருக்கு அச்சோ அப்படிங்கிற மாதிரி. யார் பெறுவார் அச்சமே? சித்தமலம் அறிவித்து சிவமாக்கியனை ஆண்ட അത്തൻ എനക്ക് അരുളിയവാർ യാർ പെരുവാർ അച്ചം. ആ ഭഗവാൻ, ആ പരമേശ്വരൻ കൃപ ചെയ്ത് എൻ്റെ ഉള്ളിൽ ആ ശിവാനുഭവം തന്നു. ഈ ഭാഗ്യം ആർക്ക് കിട്ടും? ആ ലഹരി വരുമാനമാണ് ഗണപതി. ഉത്തമ ശിവഭക്തൻ ആരാണെന്ന് വെച്ചാൽ ഗണപതി. ഔവയാർ വിനായകർ അഹവൽ എഴുതിയിട്ട്, അഹവലിന് പേര് തമിഴിൽ. அதில் அப்படியே விக்னேஸ்வரன் தான் ஔவையாருக்கு குரு. அவர் தான் அந்த யோக அக்னியை உள்ள எழுப்பி விட்டாங்க, கனலை எழுப்பி விட்டாங்க. கணபதி தான் குரு. விநாயகரை பற்றி சங்கராச்சாரியர் சொல்கிறது என்னென்னா, அவர் ஏன் இப்படி குண்டா இருக்கார் அப்படின்னா, குண்டா இருக்கிறவங்களாம் சந்தோஷப்பட்டுக்கிறார். ഗണപതി എന്താ ഇത് അടിച്ചിരിക്കണമെന്ന് വെച്ചാൽ പ്രിയം, പ്രേമം, സന്തോഷം. സന്തോഷം വരുമ്പോൾ ചിലപ്പോൾ തടിക്കും. എന്താ ആഹാരം കഴിച്ചത്? ശിവപ്രേമ ഭുക്തിയാ ഗുരുസ്ഥൂലകായം. നമ്മളുടെ പ്രയോഗമാണത്. ശങ്കരാചാര്യരുടെ പ്രയോഗം എന്താണെന്ന് വെച്ചാൽ ശിവപ്രേമ പിണ്ഡം ഭജേ വക്രതുണ്ടം. ശിവപ്രേമ പിണ്ഡം ആലോചിച്ച് നോക്കാം. ആ ശരീരം ഉണ്ടല്ലോ, അതാണ് പിണ്ഡം. പിണ്ഡം എന്ന് വെച്ചാൽ അണ്ടം പിണ്ഡം എന്ന് പറയുമല്ലോ. ഇത് പിണ്ഡം എന്ന് വെച്ചാൽ ഈ ശരീരം. ആ ശരീരം അത് മുഴുവൻ നിറച്ചു വെച്ചിരിക്കുന്നത് ശിവപ്രേമമാണ്. അത്ര ശിവപ്രേമ പിണ്ഡം ഭജേ വക്രതുണ്ടം. വളരെ മധുരമായ, അതീവ മധുരമായ ശിവാനുഭവത്തിൻ്റെ രസപ്പിഴമ്പ്, രസകന്തളം. ആ രസകന്തളമാണത്. ശിവപ്രേമ പിണ്ഡം ഭജേ വക്രതുണ്ടം. ആ ശിവാനുഭൂതി വിഘ്നേശ്വരനിൽ കാണാം. എങ്ങനെ പുരുസ്ഥൂലകായം, നല്ല വലിയ ശരീരം. അതെങ്ങനെ ആയെന്ന് വെച്ചാൽ ശിവപ്രേമ ഭുക്തിയാ പുരുസ്ഥൂലകായം. ആ ശിവപ്രേമം അനുഭവിച്ച് അങ്ങനെ ശരീരം അങ്ങോട്ട് വരുന്ന പെരുത്തു. അല്ല, ആനന്ദം കൊണ്ട് പെരുത്തു. ആ പ്രേമം കൊണ്ട് നല്ല വണ്ണം വയ്ക്കുമ്പോൾ സുഖമൊന്നും ഉണ്ടാവില്ല. വാരിയാർ இருந்தார், கிருபானந்த வாரியார். அவர் சொல்லுவார், சுப்பிரமணிய சுவாமி நல்ல பக்தி பண்ணா பாயசம் சாப்பிடலாம், மைசூர் பாய் சாப்பிடலாம், ஜிலேபியில் சக்கரை தொட்டுன்னு சாப்பிடலாம், சுகரே வராதுப்பார். அவர் அப்படிதான் இருந்தார். அப்படிதான் இருந்தார். ஏன்னா அவருக்கு அவ்வளோ கான்ஃபிடென்ஸ் இல்லையா, அந்த பக்தி அவ்வளோ. பெரிய சரீரம். ஒரு ட்ரெயினில் போயிட்டு இருந்தார் வாரியார், கிருபானந்த வாரியார். பக்கத்தில் ஒரு கிறிஸ்டியன் பாதிரி உட்காந்துருக்கு. அவர் கேட்டார் வாரியார்கிட்ட, உங்கள் வேலை என்ன? வேலை வணங்குவது வேலை. എന്താ ജോലി എന്ന് വെച്ചാൽ വേലൈ വണങ്ങുവത് വേലൈ. വേൽ, മുരുകൻ്റെ വേൽ. അതിന് അപ്പോൾ പാതിരിയുടെ അടുത്ത് ചോദിച്ചു, നിങ്ങളാരാ ചോദിച്ചു. ഞാൻ പാതിരി. നിങ്ങളാരാന്ന് വാരിയാരുടെ ചോദിച്ചു. ഞാൻ മുഴുവരി. പാതിയല്ലേ ഉള്ളൂ, ഞാൻ മുഴുവനായിട്ട് ഒരു രി, വാരി. അർത്ഥമെത്താ ശരിയത്, വാരി. എല്ലാമേ സന്തോഷം, ആനന്ദം, തൃപ്തി. ശിവപ്രേമ ഭുക്തി, ശിവ ആനന്ദ ലഹരി. ശിവ എന്ന് വെച്ചാൽ ആ ചെറിയ ആ അംശം, സാധനാംശം ഉണ്ടല്ലോ, അത് ആനന്ദ ലഹരിയായിട്ട് തീരുന്ന വരയ്ക്കും ഉപാസന. പരമേശ്വരനെ ഉപാസിക്കാൻ. ഉപാസകാനാം യദുപാസനീയം ഉപാത്തവാസം വടശാഖിമൂലേ തദ്ധാമദാക്ഷിണ്യജുഷാ സ്വമൂർത്യാം ജാഗർത്തു ചിത്തേ മമ ബോധരൂപം. ആചാര്യസ്വാമി പറഞ്ഞു,
ഉപാസകാനാം യത് ഉപാസനീയം. ഉപാസന ചെയ്യുന്നവരൊക്കെ ഉപാസിക്കേണ്ടതാണ്. ഉപാത്തവാസം വടശാഖി മൂലി, വടവൃക്ഷത്തിന്റെ ചുവട്ടില് ഇരിക്കണു. ചിത്രം വടതരോ മൂലേ തദ്ധാമ ദാക്ഷിണ്യജുഷാസ്വമൂർത്യാം. ദാക്ഷിണ്യം എന്ന് വെച്ചാൽ ദക്ഷിണാമൂർത്തിക്ക് ദാക്ഷിണ്യം എന്ന് വെച്ചാൽ കരുണ. ദാക്ഷിണ്യജുഷാസ്വമൂർത്യാം ജാഗർത്തു ചിത്തെ, എൻ്റെ ഹൃദയത്തില് ജാഗർത്തു എന്ന് വെച്ചാൽ ഉണരട്ടെ. എന്താ ഉണരേണ്ടത്? മമ ബോധരൂപം. ആ ബോധരൂപമാണ് ശിവം എന്ന് പറയുന്നത്, ബോധസ്വരൂപം. ശിവം എന്ന് പറയുന്നത് ബോധസ്വരൂപം. ശിവം ബോധം, ശിവം അദ്വൈതം ബോധം. മംഗളം ശാന്തി ആനന്ദം തൃപ്തി അലൗകികം. ആ അലൗകികമായ ശാന്തിക്ക് തടസ്സങ്ങൾ നീക്കുന്നതാണ് ഗുരുവിന്റെ ജോലി. ആനന്ദം ഉള്ളിലുണ്ട്, ആ ലഹരി വരണില്ല. ഉപനിഷത്ത് തീരുമാനിച്ചു. കുറേ ഊണ് കഴിച്ചു നോക്കി സന്തോഷമായില്ല, എക്സസൈസ് ചെയ്ത് നോക്കി സന്തോഷമായില്ല, മനസ്സിനെയൊക്കെ ശരിയാക്കി നോക്കി സന്തോഷമായില്ല, ഒരുപാട് അറിവ് സമ്പാദിച്ചു നോക്കി സന്തോഷമായില്ല. അവസാനം ആ സദ്ഗുരുവിന്റെ കൃപാലാഭം ഉണ്ടായി. ആനന്ദോ ബ്രഹ്മേ ദിവ്യജാനാത് എന്ന് പറഞ്ഞപ്പോ തൃപ്തനായി, സന്തുഷ്ടനായി. സീക്വൻസ്: അന്നം പ്രാണം ചക്ഷു ശ്രോത്രം മനോ വാചം എല്ലാം കഴിഞ്ഞു. തന്നില് ആനന്ദം കണ്ടെത്തിയപ്പോ, ശിവാനുഭൂതി കണ്ടെത്തിയപ്പോ സന്തോഷമായി, തൃപ്തമായി. നന്ദികേശ്വരന് നന്ദികേശ്വരൻ എന്ന് പേര് വരാൻ കാരണം തന്നെ ആനന്ദമുള്ളത് കൊണ്ടാണ്. നന്ദി, നന്ദി ശിവ ആനന്ദ ലഹരി. പേര് തന്നെ നമുക്കൊരു ദിവസം വേണം. സൗന്ദര്യ ലഹരി. ദേവിയുടെ പേരില് സൗന്ദര്യ ലഹരി. ഒരു രഹസ്യമുണ്ട്. എന്താന്ന് വെച്ചാൽ സൗന്ദര്യ ലഹരി ആരംഭിക്കുമ്പോൾ ശിവനാമത്തോടുകൂടെ ആരംഭിച്ചു അല്ലേ? സൗന്ദര്യ ലഹരി എപ്പി തുടങ്ങരുത്? ശിവ அப்படின்னு ஆரம்பிச்சது. சிவானந்த லஹரி எப்படி ஆரம்பிச்சது? கலா அப்படின்னு ஆரம்பிச்சது. அம்பாளோட பேர் கலாங்கிறது அம்பாளோட பேரு, சிவங்கிறது பரமேஸ்வரன் பேர். அந்த சீக்வன்ஸ் பாருங்க. சிவனை ஸ்துதி பண்ற போது அம்பாளை ஸ்துதி பண்ணிட்டு ஆரம்பிக்கிறது, அம்பாளை ஸ்துதி பண்ற போது சிவனை ஸ்துதி பண்ணிட்டு ஆரம்பிக்கிறது. சிவசக்தியா யுக்தோ யதி பவதி சக்தः பிரபவிதும் ந ஜேதேவம் தேவோ ந खलु कुशलः ஸ்பந்திதுமபி अतस्त्वाम् आराध्यां हरिहर विरिञ्जादिभिरपि प्रणन्तुं स्तोतुं वा कथम् अकृतपुण्यः प्रभवति. ശിവശക്തി രണ്ട് ചേർന്നും കൊണ്ട് ഇവിടെ കലാഭ്യാം അഖില കലാമയ, ശിവാഭ്യാം ശിവ ശിവാച രണ്ടും ചേർന്നിട്ടാണ് ശിവാഭ്യാം. ശിവനും ശിവ എന്ന് വെച്ചാൽ ശക്തിക്ക് പേര്. അതുകൊണ്ട് നമ്മൾ ജപം ചെയ്യുമ്പോൾ ശിവശിവ 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 ശിവ, ആരെങ്കിലുമൊക്കെ ശിവ 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 ഇങ്ങനെ ജപിച്ച് കണ്ടിട്ടുണ്ടോ? ശിവശിവ എന്ന് പറയുള്ളൂ, ഒരു പ്രാവശ്യം പറയില്ല ശിവശിവ. എന്താന്ന് വെച്ചാൽ നാരായണ കഴിഞ്ഞു. ഇത് ശിവശിവ 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 എന്ന് വെച്ചാൽ രണ്ടും ചേർന്നു. നമശിവാഭ്യാം അതൊരു പഞ്ചാക്ഷരം. നമശിവായ എന്ന് പറയുന്ന പോലെ തന്നെ നമശിവാഭ്യാം എന്ന് പറയുമ്പോൾ പാർവതി പരമേശ്വര പഞ്ചാക്ഷരം. നമശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പര ആശ്ലിഷ്ടവപുർധരാഭ്യാം
നഗേന്ദ്രകന്യാ വൃഷകേതനാഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം നമഃ ശിവാഭ്യാം പഞ്ചാക്ഷരി പഞ്ചരഞ്ജിതാഭ്യാം. പഞ്ചാക്ഷരം എന്ന് പറയുന്നത് സമ്പൂർണ്ണം ചെയ്തിട്ട് അതിനകത്ത് പൂട്ടിയിട്ടിരിക്കുകയെന്നാണ് എസെൻസ്. ശിവാനുഭവം എങ്ങനെ വരും? പഞ്ചാക്ഷര ജപം കൊണ്ട് ശിവാനുഭവം വരുന്നത്. ശിവം എന്ന് പറയുന്നത് ആത്മസ്വരൂപമാണ്. ആനന്ദം ആത്മാവിലുണ്ട്. എല്ലാവർക്കും ആനന്ദം അവനവന്റെ സ്വരൂപത്തിലുണ്ട്. ലഹരിയാണ് ഇല്ലാത്തത്. അതുകൊണ്ടാണ് ലഹരി പുറത്ത് എന്തെങ്കിലും ചെയ്തിട്ട് കിട്ടുമോ എന്ന് നോക്കണം. ടി വി കണ്ടിട്ടും മൊബൈല് കണ്ടിട്ടും വേറെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചിട്ടും എന്തെങ്കിലുമൊക്കെ രസിച്ചിട്ടുമൊക്കെ ലഹരി ഉണ്ടാവുമോ എന്ന് നോക്കുകയാണ്. ലഹരി എവിടെയെങ്കിലുമൊക്കെ കിട്ടിയാൽ അവിടെ നിൽക്കും. സൗന്ദര്യത്തിലൊരു ലഹരിയുണ്ട്, പക്ഷെ ശിവത്തിലൊരു ലഹരി അത് വളരെ അപൂർവമാണ്. സൗന്ദര്യത്തിലെ ലഹരി എല്ലാവർക്കും ഉണ്ട്. എവിടെയെങ്കിലുമൊക്കെ സൗന്ദര്യം കണ്ടാൽ അവിടെ പോയി നിൽക്കും അല്ലേ? ഇപ്പോൾ ഈ ടൂറിസം ഒക്കെ എന്താ സൗന്ദര്യ ലഹരിയാണ്. ഇവിടെയൊക്കെ സൗന്ദര്യം കാണാൻ ഒക്കും എന്ന് പറഞ്ഞ് ഹിമാലയത്തിലെ സൗന്ദര്യം കാണാമോ? മാനസ സരസിൽ പോയി ആ സൗന്ദര്യം കാണാമോ? ഇല്ല. നയഗ്ര വാട്ടർഫാൾസിൽ സൗന്ദര്യം. ഇതൊരു ബ്യൂട്ടി, നേച്ചറുടെ ബ്യൂട്ടി. ഈ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? മലയാണോ, ആകാശമാണോ, കാറ്റാണോ, തീയാണോ? എന്താ നേച്ചർ? അറിയാതൊരു വാക്ക് ഉപയോഗിക്കുകയാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പിന്നോക്കം പോയിക്കൂടെ. നേച്ചർ എന്ന് പറയുമ്പോൾ അതെന്തോ മനസ്സിലായ പോലെ ഒരു ഭ്രാന്ത്. നേച്ചർ എന്ന് പറഞ്ഞൊരു സാധനമൊന്നുമില്ല, അത് ചൈതന്യക്കട്ടയാണ്. നമ്മൾ നേച്ചർ എന്ന് പറയുമ്പോൾ ജഡമായ എന്തോ ഒരു ഫിസിക്കൽ തിങ് ഉണ്ട് എന്ന് വിചാരിക്കുകയാണ്. ചൈതന്യ വസ്തുവാണത് മുഴുവൻ. പ്യുവർ ഇന്റലിജൻസ് ആണ്. അതിൻ്റെ തിരുക്കൂത്താണ് നമ്മളിവിടെ മുഴുവൻ കാണുന്നത്. അറിവില്ലായ്മ കൊണ്ട് നമ്മൾ അതിനെ പ്രകൃതി എന്ന് വിളിക്കുകയാണ്. അത് പ്രകൃതിയൊന്നുമല്ല, അത് പുരുഷനാണ്. പ്രകൃതിയൊന്നും ഇവിടെ പുരുഷനിൽ നിന്ന് അന്യമായിട്ട് പ്രകൃതി എന്നൊരു സാമാനില്ല. ശിവനിൽ നിന്ന് അന്യമായിട്ട് ശക്തിയില്ല. പക്ഷേ നമ്മൾ ശക്തിയെ കാണുള്ളൂ, ശിവനെ കാണില്ല. കാണുമ്പോൾ എന്ത് കണ്ടാലും ശക്തിയാണ്. അത് ശിവനെ കണ്ടാലും അത് ശക്തിയാണ്. മൂകപഞ്ചശതിയില് കാമാക്ഷിയെ സ്തുതിക്കുമ്പോൾ പറഞ്ഞു രാകാചന്ദ്ര സമാന കാന്തി വദന. ദേവിയാണ് സ്തുതിക്കുന്നത്. രാകാചന്ദ്ര സമാന കാന്തി വദന നാകാധിരാജസ്തുത മൂകാനാമപി കുർവതി സുരധുനി നീകാശവാഗ്വൈഭവം ശ്രീ കാഞ്ചീനഗരി വിഹാര രസിക ശോകാപഹന്ത്രി സദാം ഏകാ പുണ്യപരമ്പര പശുപതേ ആകാരിണി രാജത്തെ. காமாட்சிக்கு ரூபம் என்ன அப்படின்னாக்கா சிவனோட ரூபமா. அம்பாளுக்கு ரூபம் இல்லை. ദേവിക്ക് രൂപം എന്താ എന്ന് വെച്ചാൽ പരമേശ്വരന്റെ സ്വരൂപമായിട്ടാണ് ഇരിക്കുന്നത്. ശിവനിൽ നിന്ന് അന്യമായിട്ട് രൂപമില്ല. പക്ഷെ ആ രൂപം ശക്തിയുടെ ആണ്. ശ്രീമാത്രേ നമഃ അല്ലേ? ലളിതാ സഹസ്രനാമം ആരംഭിക്കുമ്പോൾ അമ്മ എന്ന് വിളിച്ചു. അത്രേ ഉള്ളൂ. സംസ്കൃതത്തിൽ അമ്മ എന്ന് വിളിച്ചു. അവസാനിക്കുമ്പോൾ ശിവശക്തി ഐക്യരൂപിണ്യൈ നമഃ. ഈ ശക്തി എന്ന് പറയുന്നത് ഇല്ലാതായിട്ട് തീർന്നു. എന്നുവെച്ചാൽ ശിവം മാത്രമേ ഉള്ളൂ. ശിവം ശാന്തം പ്രപഞ്ചോപശമം, ശിവം ശാന്തം അദ്വൈതം. പ്രപഞ്ചമേ ഇല്ല. ശിവം ശുദ്ധബോധം, ചൈതന്യം, കോൺഷ്യസ്നെസ്, അത് മാത്രമേ ഉള്ളൂ. അവിടെ ശക്തിയുടെ സമാധി, നിർവികൽപ്പ സമാധി, അവിടെ മാത്രം ശിവം. അവിടുന്ന് ഇളകിക്കഴിഞ്ഞാൽ ശക്തി വന്നു. അവിടുന്ന് ഇളകിക്കഴിയുമ്പോൾ ഒത്തിരി പൊരി ഇളകിക്കഴിഞ്ഞാൽ ശക്തി വന്നു. അപ്പോ ശിവ ആനന്ദലഹരി, സൗന്ദര്യ ലഹരി. സൗന്ദര്യം കാണുമ്പോൾ ഒരു ലഹരിയുണ്ട്. നമ്മുടെ ഭഗവാൻ അക്ഷരമണമാലയിൽ ഒരു പാട്ട്, മനസ്സിങ്ങനെ അലയുന്നു ലോകത്ത്. എന്തിനാ അലയണമെന്ന് വെച്ചാൽ
സൗന്ദര്യം കാണും, ഒരു അഴക് കണ്ടതാ, ഇത് ഭംഗിയായിട്ടുണ്ട്, അവിടെ പോയി മനസ്സ് നിൽക്കും. അവിടുന്ന് ആ മനസ്സിനെ വലിച്ചും കൊണ്ടുപോകണമെങ്കിൽ നാച്ചുറലായിട്ടുള്ള വഴി ഒന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ അതിനേക്കാളും സൗന്ദര്യമുള്ളതൊന്ന് കണ്ടാൽ അങ്ങോട്ട് പോകും, അതിനേക്കാളും അഴകുറ്റ ഒന്ന് കണ്ടാൽ അങ്ങോട്ട് പോകും. ഇങ്ങനെ സൗന്ദര്യം കൂടുന്തോറും മനസ്സ് അതാത് സുന്ദര വസ്തുക്കളിൽ ചെന്ന് ലഗ്നമായിക്കൊള്ളും. അതാണ് ഗുരുവായൂരപ്പനെ കുറിച്ച് പറയുമ്പോൾ സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്വപു. അവിടെ സൗന്ദര്യം കണ്ടു കഴിയുമ്പോൾ മനസ്സവിടെ പോയി നിൽക്കും. അപ്പൊ ഏറ്റവും സുന്ദരമായിട്ടുള്ളത് ഭഗവത് സ്വരൂപമാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ, തന്നിൽ കണ്ടു കഴിയുമ്പോൾ എല്ലാം അവിടെ അടങ്ങിപ്പോകും. ഊർസുറ്റുളം വിടാതെ ഉന്നെ കണ്ട് അടങ്ങിട ഉൻ അഴകൈ കാട്ടി എന്ന് അരുണാചലേശ്വരനോട് ഭഗവാൻ പറഞ്ഞു. ഊർസുറ്റുളം, ഈ മനസ്സ് ഇങ്ങനെ ചുറ്റാണ് പല സ്ഥലത്തും, അത് അടങ്ങണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, ഉൻ അഴകൈ കാട്ട് എന്ന് അരുണാചലം. ആത്മസ്വരൂപനായ ഭഗവാന്റെ ആ അഴക്, ആ സൗന്ദര്യം അത് കണ്ടു കഴിയുമ്പോൾ മനസ്സ് സമാഹിതമാവും, സമാധിസ്ഥിതമാവും, നിർവികൽപ്പമാവും, അനങ്ങലിയ. പിന്നെ അത് ഇങ്ങനെ പല സ്ഥലങ്ങളിലും സൗന്ദര്യം കാണുമ്പോൾ അതിനെ പിടിച്ചു വലിച്ചിട്ട് കാര്യമില്ല. അവിടെ ഒരു സൗന്ദര്യം കാണുമ്പോൾ അത് പോകും. സൗന്ദര്യം കണ്ടാൽ പോകും, സുഖം കണ്ടാൽ പോകും. 3 കാര്യങ്ങളാണ്. ഒന്ന് സൗന്ദര്യം, അവിടെ പോയി നിൽക്കും. പിന്നെ സുഖം കിട്ടിയാൽ പോവരുതെന്ന് പറഞ്ഞാൽ പോകും. 3ാമത് സംരക്ഷണം, സെക്യൂരിറ്റി. അവിടെ പോയാൽ നമുക്ക് നല്ല രക്ഷയുണ്ട് എന്ന് വെച്ചാൽ അവിടെ പോയിരിക്കും. ഈ 3ഉം ഈശ്വരനിലാണ് ഉള്ളതെന്ന് കണ്ടു കഴിയുമ്പോൾ, അഥവാ ആത്മസ്വരൂപത്തിൽ തന്നെ സൗന്ദര്യവും സുഖവും ആത്മാവിൻ്റെ അമൃതത്വത്തിൽ സംരക്ഷണവും കണ്ടു കഴിയുമ്പോൾ ആത്മനിഷ്ഠനായിട്ട് തീരും. അപ്പൊ പിന്നെ പുറത്തൊന്നും അന്വേഷിക്കില്ല, തന്നിൽ തന്നെ അമൃതത്വം, മരണമില്ലായ്മ കണ്ടു കഴിയുമ്പോൾ പിന്നെ ഭയപ്പെടില്ല. പിന്നെ എന്തിനു ഭയപ്പെടും? ഭയപ്പെടുന്നതൊക്കെ മരണത്തിൻ്റെ സ്വരൂപമാണ്. മരണമില്ലായ്മ അറിഞ്ഞു കഴിയുമ്പോൾ തനിക്ക് മരണമില്ല, താൻ ശരീരാദികളൊന്നും അല്ല, താൻ ആത്മസ്വരൂപമാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ, അമൃതാനുഭവം ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ഭയമില്ല. ഇപ്പോൾ ശിവം എന്ന് പറയുന്നത് ആത്മസ്വരൂപ ജ്ഞാനാണ്. അതുണ്ടായി കഴിയുമ്പോൾ, അതിലൊരു ലഹരി ഉണ്ടായി കഴിയുമ്പോൾ ജീവിതത്തിൽ പരമതൃപ്തി വരും. ഈ ശിവാനന്ദ ലഹരി ശങ്കരാചാര്യർ എവിടെയാണ് എഴുതിയത് എന്ന് വെച്ചാൽ ഭാരതം മുഴുവൻ ഇങ്ങനെ ശങ്കരാചാര്യർ നടന്നു വരുമ്പോൾ ആന്ധ്രാപ്രദേശില് മല്ലികാർജുന സ്വാമി, മല്ലികാർജുന മഹാലിംഗം ശിവാലിംഗിതം എന്ന് ശിവാനന്ദ ലഹരിയിൽ തന്നെ അതിന് ഒരു പ്രമാണമാണ്. ശ്രീശൈലത്തില് വെച്ചാണ് ശിവാനന്ദ ലഹരി എഴുതിയത്. അത് ശിവാനന്ദ ലഹരിയിൽ തന്നെ ചില ശ്ലോകങ്ങൾ അതിന് പ്രമാണമാണ്. വേറെ ക്ഷേത്രങ്ങളിൽ ഒന്നും പറഞ്ഞിട്ടില്ല. വൃംഗീച്ഛാനടനോത്കടകരിമദഗ്രാഹി സ്ഫുരൻ മാധവാഹ്ലാദോ നാദയുതോ മഹാസിതമപുഃ പഞ്ചേഷു നാചാധൃതഃ സത്പക്ഷസ്സു മനോവനേഷു സപുനഃ സാക്ഷാന്മദീയേ മനെ മനോരാജീവേ ഭ്രമരാധിപോ വിജയതാം ശ്രീശൈലവാസീ വിഭുഃ. കാഞ്ചി പരമാചാര്യർ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമി കാളഹസ്തിയിലിരിക്കുമ്പോൾ, ശ്രീശൈലത്തിലിരിക്കുമ്പോൾ കൂടെ പോയിരുന്ന ഒരു ഭക്തൻ, பான்ஸ் நாராயணன் மாமான்னு இருந்தார் ஒருத்தர். அப்போ பகவான் ரமணர் கூட இருந்திருக்கார். என்கிட்ட ரொம்ப ஒரு ஈடுபாடோடு இருந்தவர். சென்னையில் ஒரு நாளைக்கு இந்த கதையை என்கிட்ட அப்படியே பாவத்தோடு சொன்னேன். அப்படியே உள்ள ரெஜிസ്റ്റർ ആയി. ശ്രീശൈലത്തിലുള്ളപ്പോൾ ഒരു ദിവസം രാവിലെ 4 മണിയാകുമ്പോൾ ഭക്തന്മാരെ കൂടെ ഉള്ളവർ കുറച്ച് പേര് അവരെ വിളിച്ച് എഴുന്നേക്കാൻ പറഞ്ഞ് കാട്ടിലേക്ക് പോയി. ചുറ്റും കാടാണ് അവിടെ. കാട്ടിലേക്ക് ചെന്ന് ഒരു വലിയ വൃക്ഷം, ആലുവൃക്ഷം,
അത് കാണിച്ചു പറഞ്ഞു, ഇത് കല്ലാണ്, ദക്ഷിണാമൂർത്തി ഇരിക്കുന്ന വടവൃക്ഷം. ഇവിടെ ഇരുന്നാണ് ശങ്കര ഭഗവത്പാദര് ശിവാനന്ദ ലഹരി എഴുതിയത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത് എന്നുള്ളത് സ്ഫൂർത്തി, മഹാപുരുഷന്മാർക്ക് സ്ഫൂർത്തി, അത്രയും. ഇവിടെ ഇരുന്നാണ് എഴുതിയത്. ഞാൻ ഇവിടെ കുറച്ചു നേരം ധ്യാനത്തിലിരിക്കാൻ പോകണം, അതുകൊണ്ട് ഭക്തന്മാരാരും അടുത്ത് വരാതെ നിങ്ങൾ നോക്കിക്കൊള്ളാം. അപ്പോൾ എന്നോട് കഥ പറഞ്ഞ ആൾ പറഞ്ഞു, രാവിലെ ഏകദേശം ഒരു 5 മണിയാവുമ്പോഴോ മറ്റോ ഇരുന്നു. ഞങ്ങൾ ജനങ്ങളൊന്നും വരാതെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ആ രൂപം കണ്ട ദക്ഷിണാമൂർത്തി ഇരുന്ന പോലെ ഒരു ചലനമില്ല, കാഷ്ഠ പോലെ, കാഷ്ഠമൗനം. കാഷ്ഠം എന്ന് വെച്ചാൽ ശരിക്കും മരം കൊണ്ടുണ്ടാക്കിയ പോലെ നിശ്ചലമായിരുന്നു ശരീരം. സമാധിസ്ഥനായിട്ട് തീർന്നു. ഏകദേശം വൈകുന്നേരം 5:30 മണി വരയ്ക്കും. രാവിലെ ഏകദേശം 5 മണിക്കോ മറ്റോ ഇരുന്നതാണ്. 12-12:30 മണിക്കൂർ, വൈകുന്നേരം 5:30 മണിക്ക് വരയ്ക്കും അനങ്ങിയില്ല. അതുവരയ്ക്കും വരുന്ന ഭക്തന്മാരൊക്കെ വന്ന് തിരക്ക് കൂടി എല്ലാവരും ദൂരത്ത് ഞങ്ങൾ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞ് തടുത്ത് നിർത്തി. ആ സ്ഥലത്ത് നിശ്ചലമായിട്ട് ശാന്തഗംഭീരമായിട്ട് സമാധിസ്ഥിതനായിട്ട് ഇരുന്നു. എന്നൊരു ഒരു സീൻ, ഒരു ചിത്രം. ഈ ചിത്രം നമുക്ക് അലൗകികമായ ചിത്രം, അതാണ് ദക്ഷിണാമൂർത്തിയെക്കുറിച്ച് പറയുമ്പോൾ ചിത്രം വടത്തറോറും വടവൃക്ഷത്തിന് ചോട്ട് ഒരു ചിത്രം എന്ന് പറയുന്നത്. അതുപോലെ ഇതൊക്കെ ഒരു ചിത്രമാണ്. വാക്കുകൊണ്ട് ഞാനിപ്പോൾ ഒരു വിഭൂതി ഇത് ചിത്രം വരച്ചു. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അധ്യാത്മാനുഭൂതിയാണ്. അദ്ദേഹനോട് പറഞ്ഞത് അങ്ങനെ ഉള്ളിൽ രജിസ്റ്റർ ആയതാണ്. അപ്പോൾ ശിവാനന്ദ ലഹരിക്ക് ഒരു പൂർവ്വപീഠിക പോലെയാണ്. ശിവാനന്ദ ലഹരി ആചാര്യസ്വാമികൾ എഴുതിയത് ശ്രീശൈലത്തിൽ ആ വനാന്തരത്തിലാണ്. ഇങ്ങനെ സന്യാസിക്ക് ആത്മധ്യാനത്തോടുകൂടെ ഭഗവത് ധ്യാനത്തോടുകൂടെ ഇങ്ങനെ സഞ്ചരിക്കലാണല്ലോ പരിവ്രജനം, പാരിവ്രജ്യം. അങ്ങനെ ശ്രീശൈലത്തിൽ വെച്ച് എഴുതിയതാണ് ശിവാനന്ദ ലഹരി. ആദ്യം പറഞ്ഞ പോലെ 3 കൃതികളുണ്ട്. ഒന്ന് ശിവാനന്ദ ലഹരി, 2 സൗന്ദര്യ ലഹരി, മൂന്നാമത്തതും ദേവീപരമായിട്ട് ആനന്ദലഹരി. ആനന്ദലഹരി ഇതിൽ ഈ ശിവാനന്ദ ലഹരി പാർവതീ പരമേശ്വര സ്തുതിയോടുകൂടി തന്നെയാണ് ആരംഭിക്കുന്നത്. കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം നിജതപഃ ഫലാഭ്യാം ഭക്തേഷു പ്രകടിത ഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാം അസ്തോകത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനഃ ഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നതിരിയം. യം നദി, ഈ നമസ്കാരം ഞാനിതാ നമസ്കരിക്കുന്നു. ആർക്കാ നമസ്കരിക്കുന്നത്? ആനന്ദസ്ഫുരദനുഭവാഭ്യാം. ശക്തി ശിവത്തിൽ ചേരുമ്പോഴാണ് ആനന്ദസ്ഫൂർത്തി ഉണ്ടാകുന്നത്. ഈ ആനന്ദസ്ഫൂർത്തിയാണ് ലഹരി എന്ന് പറയുന്നത്. ഈ ശ്ലോകത്തിലെ ഹൃദയവാക്കാണ് സ്ഫൂർത്തി. സ്ഫുരദനുഭവാഭ്യാം. അനുഭൂതിയെ, സമാധി അനുഭവത്തിനെ യോഗി എങ്ങനെ അറിയുന്നു? സ്ഫൂർത്തിമയമായിട്ട്. ചിത്തില്, ചൈതന്യത്തില്, ബോധത്തില് സംസ്പർശ സുഖം അനുഭവിക്കാം. ഗീതയില് ഭഗവാൻ പറഞ്ഞു, സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ. സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ. ഹൃദയത്തിലെ ആ ബ്രഹ്മസംസ്പർശ സുഖം, ആ ചിത്തിനെ ചുംബിച്ചു വരികയാണ്. വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറഞ്ഞു, ആനന്ദ
പ്രതിബിംബ ചുംബിത തനു വൃത്തി. ആ വൃത്തി ചിത്തിനെ ഒന്ന് സ്പർശിച്ചിട്ട് വരുന്നു. അങ്ങനെ ആ സ്പർശമാത്രം കൊണ്ട് പുളകമുണ്ടാവുന്നു, രോമാഞ്ചം ഉണ്ടാവുന്നു. ആ സ്ഫൂർത്തി വരുമ്പോഴാണ് അധ്യാത്മ ജീവിതത്തിൽ തൃപ്തി വരുന്നത്. ആ തൃപ്തി വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ജപം, ധ്യാനം, പൂജ, ശാസ്ത്രപാഠമൊക്കെ ചെയ്താൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. കുഴിച്ചുകൊണ്ടേ ഇരുന്ന് ഇത്തിരി വെള്ളം കണ്ടു കഴിയുമ്പോൾ ഒരു സന്തോഷം വരണം പോലെയാണ്. അധ്യാത്മ സാധന ചെയ്ത് ആ ഹൃദയത്തിലൊരു ആനന്ദം, ചിത്ത ആർദ്രീഭാവം, വപുഷിച്ച പുളകം, ഹർഷബാഷ്പം ചഹിത്വ ചിത്തം ശുദ്ധ്യേത് കഥം വ കിമു ബഹുതപസാ വിദ്യയാ വീതഭക്തേ. ചിത്ത ആർദ്രീഭാവം, ചിത്തം ആർദ്രമാവാൻ, മെൽറ്റിംഗ്. വപുഷിച്ച പുളകം, ശരീരത്തിൽ രോമാഞ്ച കഞ്ചുകിതൻ എന്ന് പറയും. രോമാഞ്ചം കൊണ്ടൊരു ഒരു ഷാള് പൊതച്ച പോലെയാണത്രേ. വപുഷിച്ച പുളകം, ഹർഷബാഷ്പം, ആനന്ദം കൊണ്ട് അശ്രു ഉണ്ടാവാൻ, കണ്ണീരുണ്ടാവാൻ. ഇതൊക്കെ സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പരമതൃപ്തിയുടെ ബാഹ്യലക്ഷണങ്ങളാണ്. ആ പരമതൃപ്തി യോഗിയുടെ ഉള്ളിൽ വരുമ്പോൾ കാണുന്നവർക്കൊരു സന്തോഷം, യോഗിക്കൊരു സന്തോഷം, ആനന്ദം. ആ ആനന്ദമാണ് അധ്യാത്മജീവിതം. ഇത് കണ്ടിട്ടാണ് ജനങ്ങള് എല്ലാം വിട്ടോടി വരുന്നത്, ആ സന്തോഷം കാണുമ്പോൾ. അല്ലെങ്കിൽ ലൗകികന്മാരെങ്ങനെ ഇത് അധ്യാത്മ ജീവിതം ഒരു പുസ്തകം വായിച്ചിട്ടൊന്നും ആരും വരില്ല. മഹാപുരുഷന്മാരുടെ ആനന്ദം കാണുമ്പോൾ, അവരുടെ തൃപ്തി കാണുമ്പോൾ, അവരിൽ പൊങ്കി തതുമ്പി പൂരണമായി ഏക ഉരുവായി കിടക്കുത് അയ്യോ കാകം ഉറവ് കലந்து உண்ண கண்டீர் അഖണ്ഡാകാര ശിവഭോഗം എന്നും പേരിൻപ വെള്ളം പൊങ്കി തതുമ്പി പൂരണമായി ഏക ഉരുവായി കിടക്കുത് അയ്യോ ഇനി എടുത്ത ദേഹം വിഴും മുൻ ഭുജിപ്പതற்கு ശേരവാറും ജഗത്തീരെ. തായ്മാനസ്വാമിയുടെ പാട്ട്. അഖണ്ഡാകാര ശിവഭോഗം എന്നും പേരിൻപ വെള്ളം. തമിഴിൽ വെള്ളം എന്ന് പറഞ്ഞാൽ ഫ്ലഡാണ്, വെള്ളപ്പൊക്കാണ് വെള്ളം. പൊങ്കി തതുമ്പി പൂരണം ഏക ഉരുവായി അഖണ്ഡാകാരമായി അദ്വൈതമായിട്ട് ഇരിക്കുന്നു. അയ്യോ, വേസ്റ്റ് ചെയ്ത് കളയണമല്ലോ. നല്ല ശരീരം കിട്ടിയിട്ട് മുക്തിദം വിപ്രദേഹം ക്ഷുദ്രേ ഹാ ഹന്ത വിഷയരസേ മാമാക്ഷിപവാഹി മാരുതേശ. ഭട്ടതിരി പറഞ്ഞു, എങ്ങനെയൊക്കെയോ ഈ ഭാരതഭൂമിയിൽ വന്ന് ജനിച്ച് ഉത്തമ ശരീരം കിട്ടി ഭഗവത് ധ്യാനം ചെയ്യാം, ഭഗവത് ആരാധന ചെയ്യാം. ക്ഷുദ്രേ ഹാ ഹന്ത വിഷയരസേ മാമാക്ഷിപ, എന്നെ തള്ളിക്കളയരുത്. തമിഴിലൊരു പാട്ടുണ്ട്, തിരുവടി ശരണം എഴുതുന്നത്. ரொம்ப பிரசித்தமான பாட்டு தெரியுமா? நாளைக்கு பாடு. அடுத்து வந்த என்னை தள்ளலாகாது, ഹരഹരാ എന്ന് சொன்னாலும் പോതാതെ. എനിക്കോ അടുത്ത് വന്നു മനുഷ്യ ശരീരം കിട്ടിയത്, ഇനി എന്നെ തള്ളിക്കളയരുതെന്നാണ്. എന്തെങ്കിലും യോഗ്യത ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഹരഹര ശിവശിവ അപ്പൊ പറഞ്ഞോളാം, ഭഗവത് നാമം ജപിച്ചോളാം, അത്രേ എനിക്ക് പറ്റുള്ളൂ, എന്നെ ഇനി തള്ളിക്കളയരുത് കേട്ടോ എന്ന്. എങ്ങനെയൊക്കെയോ അടുത്ത് വന്നു. ദിവസം ആയുസ് പോയിക്കൊണ്ടിരിക്കണം, മരണം അടുത്ത് വന്നുകൊണ്ടിരിക്കണം. നമ്മളുടെ ഇവിടുത്തെ ചിൽവാനും ഒന്നും അവിടെ ചെലവാവില്ല. ഭഗവാന്റെ ആ കൃപ, അരുൾ അരുണാചല, അരുൾ അരുണാചല, അരുൾ അരുണാചല എന്ന് ജ്ഞാന ചൂടാമണിയായിട്ടുള്ള ഭഗവാൻ മഹർഷി അരുൾ അരുണാചല. വിട്ടിട് കഷ്ടമോ, ഉള്ളില് ആ ഭഗവത് ധ്യാനം വിട്ടുപോയാൽ ഉണ്ടല്ലോ, അധ്യാത്മ ജീവിതത്തിൽ കുറച്ചു ദൂരം യാത്ര ചെയ്ത് ആ അനുഭൂതിയുടെ രഹസ്യം സ്പർശിച്ചിട്ട് ചുവട്ടിൽ വീണുപോയാൽ അത് ഭയങ്കരമായ വേദനയാണ്. കുണ്ട്രേറി വീഴുവാർ കുഴി. ഒരു ചുവട്ടിൽ വീണ ആൾ വീഴുകയില്ല, അല്ലെ ചുവട്ടിൽ തന്നെ കിടന്നുറങ്ങിയാൽ പേടിക്കണ്ട. ചിലരൊക്കെ ഉണ്ട് ഈ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കും. ഉറങ്ങിക്കഴിഞ്ഞാൽ അവർ പലവിധ കാര്യങ്ങളും ചെയ്യും, വീഴും.
ബെറ്റർ എന്താ ചുവട്ട് കിടക്കുക. എന്നെ ശയാനഹ പതതി അധ. പേടിയില്ല, ഇനി ചുവട്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ വീഴില്ലല്ലോ, ഇനി എങ്ങോട്ട് വീഴും. പക്ഷേ മുകളിൽ കയറി കഴിഞ്ഞാൽ വളരെ വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ വീഴും. കുன்றേറി വീഴുവാർ കുഴി. അത് വലിയ പതനവും വേദനാജനകവും വളരെ 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 വേദന. ഈ ലിംഗശരീരം വേദനാമയമായിട്ട് തീരും. എന്തൊക്കെ തന്നെ വേദനയില്ലാത്ത പോലെ നടിച്ചാലും ആ ലിംഗശരീരത്തിൽ അസംഭാവന, വിപരീത ഭാവന, അജ്ഞാനം മുതലായ ദോഷങ്ങൾ കൊണ്ട് ലോകമാണ് ഉണ്മയെന്ന രീതിയിൽ പെരുമാറുന്ന ആ ജീവൻ അതിൻ്റെ പിടിയിൽ പെട്ടുപോയാൽ, അധ്യാത്മ അനുഭൂതി കിട്ടാത്ത ആൾക്ക് പേടിക്കാനൊന്നുമില്ല. പക്ഷെ ഇത്തിരി അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് ഈ ലോകത്തിൻ്റെ പിടിയിൽ പെട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ ഭയങ്കര വേദനയാണ്, ഡീപ്പ് പെയിൻ. പാഴ്, രമണ മഹർഷി പറഞ്ഞു, പാഴെന്ന് പറഞ്ഞാൽ ഒരു ശൂന്യതാഭാവം. ആ ശൂന്യതാഭാവത്തിൽ നിന്ന് പരമേശ്വരൻ്റെ കൃപയ്ക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. പാഴിനിൽ വീഴാതെ ഏഴയെ കാത്തു പദത്തിലിരുത്തി வைத்தனை. நீ இந்த பாழில விழாம என்னை காப்பாற்றி உன்னோட பதத்தில் சிவானுபவத்தில் இருத்தி அனுகிரகம் பண்ணுப்பா, எனக்கு அந்த அனுபவத்தை தந்து என்னை கரையேற்று அப்படின்னு ஹிருதயத்துக்குள்ள துடிக்கணும். பெரியவாள்னா அதான் என்ன சொல்ற, செத்து போயிடுவேப்பாங்கிறான். ஜாகிரதை, செத்துடுவேன், இங்கே இருக்கிறது எதுவும் கூட வராது. சம்பிராப்தே சந்நிகிதே காலே நஹி நஹி ரக்ஷதி ഡുക്രിഞ്ഞ് കരണേ. ഇവിടെ ഉള്ളതൊന്നും വരില്ല, കാലം അടുത്തുകൊണ്ടേ വരുന്നു. പരമേശ്വരൻ്റെ ശരണം ഒന്നു മാത്രമാണ് ശരണം. അതുകൊണ്ട് സാംബ സദാശിവ, സാംബ സദാശിവ, സാംബ സദാശിവ, സാംബ ശിവ. ഉള്ളില് സാംബ സദാശിവ എന്ന് വെച്ചാൽ അംബയാ സഹ ശിവ. ആ അമ്മൈ അപ്പൻ മാതൃഭൂതേശ്വര. മാതൃഭാവം പിതൃഭാവം എല്ലാം കൂടി ഉള്ളതാണ് ഈശ്വര ശരീര സമ്പർക്ക. യോഗിക്ക് പഞ്ചാക്ഷര ജപം ചെയ്ത് ഭഗവൻ നാമം ജപിച്ച് ഭക്തി ചെയ്ത് ഹൃദയത്തിൽ ധ്യാനിച്ചു കഴിയുമ്പോൾ ആ ചിത്തം നദി ഇങ്ങനെ ഒഴുകി എപ്പോൾ കടലിൽ പ്രവേശിച്ചു എന്ന് പറയാൻ വയ്യ. അതേപോലെ തന്നെ ചിത്തം അങ്ങട് ചിത്തിൽ പ്രവേശിക്കുമ്പോൾ ഈശ്വര ശരീര സമ്പർക്കം ഉണ്ടാവും. ഉള്ളിൽ സമാധിയിൽ ഈശ്വര ശരീര സമ്പർക്കം ഉണ്ടാവും. ഈശ്വര ശരീര സമ്പർക്കം എന്ന് പറയുന്നത് ആത്മഭാവം, പിതൃഭാവം, പിതാഹമസ്യ ജഗതഃ മാതാ ധാതാ പിതാമഹഃ വേദ്യം പവിത്രം ഓംകാരഃ ഋക്സാമ യജുരേവ ച ഗതിർഭർത്താ പ്രഭുഃ സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിദാനം ബീജമവ്യയം എന്ന് ഭഗവാൻ പറഞ്ഞ് ആ സർവലക്ഷണങ്ങളോട് കൂടിയ സുധാമൂർത്തി പ്രസന്ന, ആ സുധാമൂർത്തിയുടെ ഹൃദയത്തിൽ അമൃതമൂർത്തിയായ ഈശ്വരൻ്റെ അനുഭൂതി ഹൃദയത്തിൽ ഉണ്ടാവുമ്പോൾ, ആ സമാധി സുഖം ഹൃദയത്തിലുണ്ടാവുമ്പോൾ ആ ഒരു രസം, അതിനാണ് ലഹരി എന്നും ആനന്ദലഹരി എന്നും ഒക്കെ നമ്മൾ പറയണത്. ആ ആനന്ദലഹരി കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം നിജതപഃഫലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാമസ്തോക ത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നദിരിയം കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം നിജതപഃഫലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാമസ്തോക ത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നതിരിയം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിദിതം അവിദിതം വാ സർവമേതത് ക്ഷമസ്വ
शिव शिव करुणाब्धे श्री महादेव शंभो यतो ममात्मा भवसि त्वमेव ततो न वाच्यं मम किञ्चिदस्ति यथा तवेष्टं कुरु मां तथैव त्वाम् आत्मनाथं रमणं भजामि. നാളെ വൈകുന്നേരം തുടർന്ന് 6 മണിക്ക് കുട്ടികൾ പാടും. ഇവർക്ക് പാടിക്കഴിഞ്ഞ് 6 മണിയാവുമ്പോൾ ശിവാനന്ദലാരി फालावनम्रकिरीटं फालनेत्राक्षिषादग्धपञ्चेषु कीटं शूलाहतारातिकूटं शुद्धवर्देन्दुचूडं भजे मार्गबन्धुं शम्भो महादेव देवा शिव शम्भो महादेव देवेश शम्भो शम्भो महादेव देवा अंगे विराजद्भुजङ्गम् अभ्रगङ्गातरङ्गाभिरामोक्तमाङ्गम् ओङ्कारवाणीकुरङ्गम् सिद्धसंसेविताङ्घ्रिं भजे मार्गबन्धुं शम्भो महादेव देवा शिव शम्भो महादेव देवेश शम्भो शम्भो महादेव देवा नित्यं चिदानन्दरूपं निर्नुताशेषलोकेश वैरिप्रतापं पार्थस्वरागेन्द्रचापं कृत्तिवासं भजे दिव्यसन्मार्गबन्धुं शम्भो महादेव देवा शिव शम्भो महादेव देवेश शम्भो शम्भो महादेव देवा मन्दारभूतेरुदारं मन्दरागेन्द्रसारं महाशौर्यदूरं सिन्दूरदूरप्रचारं सिन्धुराजातिधीरं भजे मार्गबन्धुं शम्भो महादेव देवा शिव शम्भो महादेव देवेश शम्भो शम्भो